ഒരു ഗുരു ഉണ്ടാകും, എക്കാലം ഒരു ഗുരു ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പിന്നെ അടുത്ത ശിഷ്യ സമൂഹം വരുമ്പോൾ, ആ തലമുറയിലേക്ക് വരുമ്പോൾ ആ ഒരു ഗുരു എവിടെ? ഈ ഗുരുക്കന്മാരോടൊപ്പം അതുപോലെ ശിഷ്യഗണങ്ങൾ ഉയർന്നു വരാത്തത് കൊണ്ട് ചില അപകടങ്ങൾ ഉണ്ടായതായിട്ട് ഗുരുക്കന്മാർ പറഞ്ഞു. അതായത് ഈ വന്നുപോയ ഗുരുക്കന്മാർ ഈ മാനസിക തലത്തിൽ വന്ന് ജന്മം എടുത്തു കഴിഞ്ഞാൽ ഈ ശിഷ്യന്മാരും അതിനനുസരിച്ച് വന്നില്ലെങ്കിൽ, അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞ് എന്നെ വിളിക്കുന്നു. അങ്ങനെ ഒരു സ്നേഹം, അങ്ങനെ ആ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ചെല്ലുമ്പോൾ ആ ഗുരുവിൽ എന്തോ നമ്മളിതൊന്നും ഇല്ലാത്ത അഭൗമമായ ഒരു സാന്നിധ്യമുണ്ട്, ഒരു പ്രകാശമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുന്നു. പിന്നെ നമുക്ക് ഒരു പങ്ക് തന്നപ്പോൾ നമുക്കുണ്ടായ ആത്മീയ അനുഭവം ഈ ലോകം മുഴുവൻ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉരുണ്ടുകൂടുന്നത് പോലെ, അതിനുശേഷം പല പല ആത്മീയ തലങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന നക്ഷത്ര സ്വഭാവത്തിൽ ഗുരുക്കന്മാരെങ്ങനെ ധ്യാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ മഹാത്മാക്കൾ ആ ജീവനുകളൊക്കെ അങ്ങനെ ഓരോ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്നു. നമ്മൾ പോലെ ഇവർ പറയുന്നത് വിശ്വസിച്ചാൽ, ഇവർ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ, ഇപ്പോൾ ഇവർ അംഗീകരിക്കുന്ന സന്യാസിമാരെന്ന് പറയുമ്പോൾ അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഇവർ അംഗീകരിക്കുന്ന സന്യാസിമാരുടെ പേര് ഞാൻ പറയും. ഇപ്പോൾ സൽപ്രഭസ്വാമി, അമലാജന്നി, സാത്വികജന്നി, അപ്പോൾ ഇത്രയും പേരെയാണ് ഇവർ അംഗീകരിക്കുന്നത്. പിന്നെ വിനായക സാറ്, പിന്നെ കുറച്ച് കുഞ്ഞിക്കണ്ണ സാറ്, ഇങ്ങനെ കുറച്ച് പേര്. അപ്പോൾ ഇവരെല്ലാവരെയും കൂടെ ഇതങ്ങ് ഏൽപ്പിച്ചാൽ ഇവർ ഇത് നടത്തിക്കൊണ്ട് പോകും. ഈ അപലപിക്കുന്ന, ഈ കുറ്റം പറയുന്നത്, ഈ കുറ്റങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് കാത്തിരിക്കുന്ന പോലെയാണ്. ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ ഒരു പീഡനവും അങ്ങനെയൊക്കെ ഉള്ളത് അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് മനുഷ്യൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു കാണാൻ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും അതിനെ ഇങ്ങനെ അപലപിക്കുകയും, അപ്പോൾ ഞാനൊരു കേമനായി എന്നുള്ളൊരു സുഖം. ഈ മനുഷ്യന് ഈ മാനസിക തലത്തിൽ ഇതെല്ലാം അവൻ പാലിച്ചു വരുമ്പോൾ ഒരു സമയത്താകുമ്പോൾ അത് തെറ്റിപ്പോവും. അങ്ങനെ തെറ്റിച്ച് അവന് ഗിൽറ്റായി, ഷെയിമായി, അപമാനമായി മനുഷ്യനിങ്ങനെ വിഷമിക്കുകയാണ്. ഈ ബലിയാടായിട്ടുള്ള മനുഷ്യനിങ്ങനെ വിഷമിപ്പിക്കുകയാണ്. ഇപ്പോൾ ഗുരുവിന് ഗുരു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വന്തം ഗുരുവിനെ കുറിച്ച് പറഞ്ഞത്, വ്യക്തികളിൽ ഏറ്റവും ഇഷ്ടം ആത്മഗുരുവായ ഖുറേഷ്യ ഫക്കീറിനെയാണെന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ ഗുരുക്കന്മാരെ സ്നേഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗുരുവിന് ആത്മസമർപ്പണം ചെയ്തുകൊണ്ടാണ് ആധ്യാത്മികമായിട്ടുള്ള ഉണർച്ചയിലേക്ക് വരേണ്ടതെന്നുള്ള തെളിവ്, ഒരു മാതൃകയായിട്ട് ഗുരു നമുക്ക് കാണിച്ചതെന്നാണ് ഗുരു. സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതം എങ്ങനെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകണം, ആധ്യാത്മികതയിലൂടെ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയം നേടാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലൊരു കാര്യം ഇങ്ങനെ വന്നത്, ഇപ്പോൾ ഏത് മതത്തിലായാലും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ തന്നെയാണല്ലോ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. മനുഷ്യനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ദയ ഉണ്ടാകണം, കരുണ ഉണ്ടാകണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ അത് പഠിച്ച് ആ രീതിയിലൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്നിപ്പോ ലോകത്തിൽ എല്ലായിടത്തും അക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്? മതങ്ങൾ തന്നെ തമ്മിൽ ഒരു ഭയങ്കര സ്പർദ്ധയാണ്. ഇതൊക്കെ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോഴും എല്ലാവർക്കും അവനവന്റെ ദൈവമാണ് വലുതെന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് എൻ്റെ പേഴ്സണലായിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആ മതം എന്ന് പറയുന്ന ഒരു ഭാഗം വരുമ്പോൾ എല്ലാവരും അങ്ങ് ഒന്നുകിൽ സൈലന്റ് ആയിട്ട് അങ്ങ് അവനവന്റെ കാര്യം നോക്കി പോവും, അതിലാരും തൊട്ട് കളിക്കരുത് എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അവിടെ കുറയുന്നു. മറ്റു മതത്തിനേക്കാളും എൻ്റെ മതമാണ് വലുതെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആ മത്സരബുദ്ധി വരികയാണല്ലോ. പിന്നെ അഴിമതിയും അക്രമവും യുദ്ധവും ഇതൊക്കെ മതത്തിന്റെ പേരിൽ തന്നെ നടക്കുകയും ചെയ്യുന്നു. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? ഇതൊരു വിരോധാഭാസം എന്നല്ലേ പറയാൻ പറ്റൂ. കാരണം മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് സ്നേഹവും കരുണയുമാണ്. പക്ഷെ ലോകത്തിൽ ഇന്ന് അങ്ങനെയല്ല നമ്മൾ പൊതുവെ കാണുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും? കാരണം കുറച്ചുപേരാണെങ്കിലും അവർ ചെയ്യുന്ന പ്രവൃത്തി ജനങ്ങളെ മുഴുവനും ബാധിക്കുകയാണല്ലോ ലോകത്ത്. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ അതിനെന്താണ് ഒരു പ്രതിവിധി? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? സദ്ഗുരുവേ ശരണം. ശരിയാണ്. ഈ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് മതങ്ങൾ, ആത്മീയ ഗ്രന്ഥങ്ങൾ, നമുക്ക് സാത്വികമായിട്ടുള്ള അറിവുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിൻ്റെ തലത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ലോകത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണുന്നില്ല. പകരം അധാർമികത, പറ്റിപ്പുകൾ, പിന്നെ ഇപ്പോൾ തന്നെ ഹെൽത്ത്, അതായത് നമ്മുടെ ചികിത്സാ സമ്പ്രദായങ്ങളിൽ പോലും പറ്റിപ്പുകൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും, ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തും
അങ്ങനെ സാമൂഹ്യ സാംസ്കാരികമായിട്ടുള്ള എല്ലാ രംഗത്തും പറ്റിപ്പ്. അതായത് നമ്മൾ ഈ പറയുമ്പോൾ നമുക്ക് വളരെ വലിയ മൂല്യങ്ങളും ധർമ്മങ്ങളും നീതിയും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുമെങ്കിലും പേഴ്സണലായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എല്ലാം സ്വാർത്ഥപരമായിട്ടും മിക്കവാറും പല സ്ഥലങ്ങളിലും കള്ളവും കാപട്യവും ചതിയും വഞ്ചനയും എല്ലാം ഈ സ്വാർത്ഥപരമായിട്ടുള്ള ഈ മൈൻഡിൽ നിന്ന് ഉണ്ടാവുകയാണ്. കൂടാതെ മനുഷ്യൻ പല രീതിയിലുള്ള പ്രശ്നങ്ങളാൽ, അതായത് ഇപ്പം നമുക്ക് തന്നെ പേഴ്സണലായിട്ട് അസൂയ, കുശുമ്പ്, ദേഷ്യം, വയലൻസ്, കാമക്രോധ, ലോഭാദികളായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അവർക്ക് ഡിപ്രഷൻ, നിരാശ, പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾ, അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഇത്രയും ആധ്യാത്മിക അറിവുകളും മത സ്വഭാവത്തിലുള്ള പ്രാർത്ഥനകളും ആരാധനാ സ്വഭാവങ്ങളും ദേവീദേവ സമ്പ്രദായങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ട് ഇത്ര സാത്വികമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് മൊത്തം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അമ്പലങ്ങളും പള്ളികളും പിന്നെ അങ്ങനെ മതസ്ഥാപനങ്ങളും അങ്ങനെ ലോകം നിറച്ച് നമുക്ക് പോസിറ്റിവിറ്റിയാണ് ഉള്ളതെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിലും മനുഷ്യർക്ക് ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ വളരെയധികം ചിന്തിക്കുന്ന, വളരെയധികം സീരിയസ് ആയിട്ട് ഇതിനെയൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പേര് ഇത് സീരിയസ് ആയിട്ട് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടൊരു പരിവർത്തനം വരുന്നില്ല മനുഷ്യ സമൂഹത്തിന്, ഒരു വ്യക്തിക്ക് എന്നുള്ളതല്ല, മനുഷ്യരാശിക്ക്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേര് ഇപ്പോൾ സീരിയസ് ആയിട്ട് കുറച്ച് നന്മയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് ധാർമ്മികമായിട്ടൊക്കെ ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങും. ഇപ്പോൾ ഇവിടെയാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസവും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ സാമൂഹിക രംഗത്തും സോഷ്യൽ വർക്കേഴ്സായിട്ടൊക്കെ ഉള്ള കുറേ വ്യക്തികൾ, ബുദ്ധിജീവികളായിട്ടുള്ള വ്യക്തികൾ, ഇവരെല്ലാം കുറച്ചൊരു ഒരു നന്മയുടെ ഒരു വശം, ഒരു ധാർമ്മിക മൂല്യങ്ങളെല്ലാം പാലിച്ചതിന് ശേഷം ഇങ്ങനെ കുറ്റം പറയുന്നത് കാണാം നമുക്ക് നിരന്തരം. അതായത് മറ്റ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ള കുറ്റം, ലോകത്തിലുള്ള കുറ്റം ഇങ്ങനെ അപലപിക്കുകയാണ്. ഇപ്പോൾ ചാനലുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു വിഷയം വരുമ്പോൾ എല്ലാവരും കൂടെ വന്നിരുന്ന് കണ്ണീര് പൊഴിക്കുന്നു, അപലപിക്കുന്നു, കുറ്റം പറയുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം തുടരുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അപലപിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ഇത് ആരുടെയും കുറ്റമല്ല ഞാൻ പറയുന്നത്, മനസ്സിനെ സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപലപിക്കുന്നവരുടെ ഉള്ളിൽ പോലും ഇതെല്ലാം അപലപിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ സൂക്ഷ്മമായിട്ട്, വളരെ സൂക്ഷ്മമായിട്ട് അന്വേഷിച്ച ആൾക്കാർ ഇത് കണ്ടുപിടിച്ചതാണ്. അതായത് ഈ അപലപിക്കുന്ന, ഈ കുറ്റം പറയുന്നത്, ഈ കുറ്റങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് കാത്തിരിക്കുന്ന പോലെയാണ്. ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ ഒരു പീഡനവും അങ്ങനെയൊക്കെ ഉള്ളത് അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് മനുഷ്യൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു കാണാൻ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും അതിനെ ഇങ്ങനെ അപലപിക്കുകയും, അപ്പോൾ ഞാനൊരു കേമനായി എന്നുള്ളൊരു സുഖം, ഞാൻ സാത്വികനാണെന്നൊക്കെ ഉള്ളൊരു സുഖം. അപ്പോൾ മനുഷ്യരിങ്ങനെ നിരന്തരം ഈ ഒരു ഗെയിമിൽ പെട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? അതായത് ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് ഒരു തലത്തിൽ സ്പിരിച്വലായിട്ട് സാത്വികമായിട്ടൊക്കെ ഒരു ഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാത്വികമായിട്ടുള്ളൊരു സ്വഭാവം അഭിനയിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. മനുഷ്യൻ്റെ മനസ്സിനുള്ള ഒരു പ്രശ്നമാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല വിഭാഗം ആൾക്കാർ ഈ പോസിറ്റീവായിട്ട് മനസ്സിൻ്റെ ഈ നന്മയുടെ വക്താക്കളായിട്ട് മാറിയിട്ട് ഒരു വശത്ത് കുറച്ച് പേര് അറിയാതെ അൺകോൺഷ്യസ് തിന്മയുടെ. അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ നടന്നു പോകുന്ന, ഇതിങ്ങനെ പൊളാരിറ്റി മാറിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ലോകത്തിൻ്റെ ആകെ തുകയായിട്ടുള്ള മാനസിക തലത്തിന്, മണ്ഡലത്തിനൊരു മാറ്റം വരുന്നില്ല. ഇപ്പം ഈ മാനസിക തലത്തിലുള്ള നന്മയെന്നാണ് ഒരുപാട് പേര് ധരിച്ചു വെച്ചേക്കുന്നത്. ഇപ്പം മാനസിക തലത്തിലൊരു ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഞാനൊരു നല്ല വ്യക്തിയാണെന്ന് ഉള്ളൊരു ധാരണ. പക്ഷേ ഇതിനെ ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ ഇതിനെ ഒരു കപടതയായിട്ടാണ് പറയുന്നത്. അതായത് അഹന്തയുടെ ഒരു കപടമായിട്ടുള്ള ഒരു ആത്മീയ പ്രകടനം. അതായത് ഈ ആത്മീയത എന്ന് പറയുമ്പോൾ ജീവൻ്റെ തലത്തിൽ മനുഷ്യനിങ്ങനെ മനസ്സിന് പല പല തലങ്ങളുണ്ട്. അപ്പോൾ ജീവൻ്റെ തലത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ ഈ മനസ്സിന്നൊരു ഫ്രീഡം ഉണ്ടായി ജീവൻ്റെ തലത്തിൽ ഉയരുമ്പോൾ ഉണ്ടാകുന്ന പുതിയൊരു അറിവും പുതിയൊരു സ്നേഹവും പുതിയൊരു നന്മയും, അതായത് ജീവൻ്റെ തലത്തിലേക്ക് ഉണരുമ്പോൾ ദൈവത്തിൻ്റെ കണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങൾ, ദൈവികമായിട്ടുള്ള ആ തലത്തിൽ ഉള്ള സ്വഭാവങ്ങൾ ജീവൻ്റെ പ്രകൃതമാണ്. അതായത് ഇപ്പോൾ സ്നേഹം, കരുണ, റെസ്പെക്റ്റ്, ധൈര്യം, ഈ പോസിറ്റീവായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ജീവൻ്റെ സ്വഭാവമാണെങ്കിൽ മനസ്സിൻ്റെ തലത്തിൽ അഹന്ത ഇതിൻ്റെ എല്ലാം ഒരു റെപ്ലിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് റെസ്പെക്റ്റിന് പകരം ഇങ്ങനെ റെസ്പെക്റ്റ് പോലെ കാണിക്കുക, പിന്നെ ഈ കമ്പാഷൻ, കാരുണ്യത്തിന് പകരം സെൻറ്റിമെൻറ്റ്സ് കാണിക്കുക,
അങ്ങനെ പലതരത്തിലുള്ള അഭിനയങ്ങളാണ് മനസ്സിൻ്റെ തലത്തിൽ. ഈ സാത്വികരായിട്ട് ഒരു സാത്വിക അഹന്തയിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഈ മനസ്സിൻ്റെ അഭിനയത്തിൽ പെട്ടുപോവുകയാണ്. അവർ മനഃപൂർവ്വമല്ല, ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഈ ഒരു മനസ്സിൻ്റെ അഭിനയത്തിൽ പെട്ടിട്ട് ഒരുപാട് പേര് ഈ സാത്വികമായിട്ടുള്ള ഒരു അഭിനയത്തിൽ വന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെയൊക്കെ വിമർശിച്ചും കുറ്റം പറഞ്ഞും താനിങ്ങനെ കേമനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ജീവിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ലോകത്തിന് സമൂലമായൊരു പരിവർത്തനം വരാൻ പറ്റാത്തത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ആൾക്കാർ ഇത്രയും നന്മ സംസാരിക്കുമ്പോൾ, സോഷ്യൽ വർക്കറും സാമൂഹ്യ രംഗത്തും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇത്രയും നന്മ സംസാരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലോകത്തിന് മൊത്തത്തിൽ മാറ്റം വരുന്നില്ല? അതെന്താണെന്ന് വെച്ചാൽ ഈ നന്മ വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു അഹന്തയുടെ ഒരു കാപട്യ സ്വഭാവത്തിലുള്ള നന്മയാണ്, റിയൽ ആയിട്ടുള്ള ജീവൻ്റെ തലത്തിലുള്ള ഒരു നന്മയല്ല. അപ്പോൾ റിയൽ ആയിട്ടുള്ള ജീവൻ്റെ തലത്തിൽ എങ്ങനെ ഒരു നന്മ വരുത്താം? അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുക്കന്മാരെല്ലാം ഗുരുമാർഗത്തിലൂടെയൊക്കെ നമ്മളെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യരാശിയുടെ ഈ മനസ്സ് ഇങ്ങനെ ആയി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പല പല മതഗ്രന്ഥങ്ങളിൽ, അതായത് ഇപ്പോൾ ബൈബിളിലൊക്കെ ആണെങ്കിൽ എന്തോ ഒരു തെറ്റ് പറ്റിയതായിട്ട്, മനുഷ്യരാശിക്ക് ഒരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ പല ഗുരുക്കന്മാരിങ്ങനെ പറയുന്നുണ്ട് എത്രയോ കാലഘട്ടത്തിന് മുമ്പ് എന്തോ മനുഷ്യനൊരു റോങ് ടേൺ എടുത്തിരിക്കുന്നു, നെഗറ്റീവായിട്ടുള്ള ഒരു ടേൺ വന്നിരിക്കുന്നു, അതാണ് ഈ മനുഷ്യ മനസ്സ് ഇങ്ങനെ ആയിപ്പോയത്. ഒരു കള്ളത്തരവും കാപട്യവും എല്ലാം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അഭിനയ സ്വഭാവത്തിലുള്ള ഒരു നന്മ കാണിക്കൽ, അല്ലെങ്കിൽ നന്മയേ ഇല്ലാത്ത ഒരു സ്വഭാവം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നെഗറ്റിവിറ്റി വന്നേക്കുന്നത് വളരെ മുമ്പ്. അപ്പോൾ നമ്മുടെ ഗുരുവാണെങ്കിൽ ആശ്രമ സ്വഭാവത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എത്രയോ 25 ചതുർഗങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു മിസ്റ്റേക്കിൻ്റെ ഭാഗത്താണ്. അത് പല ഗുരുക്കന്മാർ, ഇപ്പോൾ രാധാസ്വാമി ഫെയ്ത്തിൽ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതായിട്ട്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്കിൽ നിന്ന് പരിണമിച്ച് ഉണർന്നു വരണമെങ്കിൽ അതിനൊരു ഗുരുമാർഗം എന്നുള്ള രീതിയിലാണ് ഗുരു നമ്മളോട് സംസാരിച്ചുള്ളത്. അപ്പോൾ ഒരു ഗുരുമാർഗത്തിൽ ആ ഗുരുബോധത്തിൽ ഈ ദൈവികമായിട്ടുള്ള ഒരു തലവുമായിട്ട് ബോധത്തിൽ ഉണർന്നിരിക്കുന്ന ഒരു ഗുരു സംസർഗത്തിലൂടെ ആ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഈ ഒരു കർമ്മഗതിയിൽ നിന്നെല്ലാം ഉണർന്ന് ഒരു പുതിയ മനുഷ്യരാശിയുടെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു ഗുരുമാർഗത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ഗുരു സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ഗുരു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അനേക ഗുരുക്കന്മാർ ഈ കലിയുഗ ആരംഭം തൊട്ട് ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു കാലഘട്ടം തൊട്ട് അനേകം ഗുരുക്കന്മാർ, അതായത് 2444 ഓളം ഗുരുക്കന്മാർ ആ ദൈവികമായിട്ടുള്ള ഒരു തലത്തിൽ നിന്ന് ഈ മനുഷ്യരാശിയുടെ ഈ മനസ്സിനെ ശുദ്ധീകരിക്കാനായിട്ട് വന്നതായിട്ട് ഗുരു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യരാശിയുടെ ഈ ഒരു മനസ്സെന്ന് പറയുമ്പോൾ, ഈ മനസ്സ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ടൊരു മനസ്സാണെങ്കിൽ പോലും ഒരു 7 അവസ്ഥ കൊണ്ട് പൂർത്തീകരിച്ച് നിൽക്കുന്ന ഒരു മാനസിക ഒരു വലിയ മണ്ഡലവും അത് ഒരു എൻറ്റിറ്റി പോലെ പ്രവർത്തിക്കുകയാണ്, ഒരു സിസ്റ്റം പോലെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതിനെ മായ എന്നും ഒക്കെ പല രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. ഇതൊരു വലിയ പ്രഹേളികയാണ്. ഈ മനസ്സിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മനുഷ്യന് മോചിച്ച് വരിക എന്ന് പറയുന്ന വലിയൊരു പ്രഹേളികയാണ്. ഇപ്പോൾ മനുഷ്യരെല്ലാവരും നമ്മൾ ഇങ്ങനെ പല രീതിയിലൊക്കെ നമ്മൾ തീരുമാനമെടുക്കുന്നു, ചിന്തിക്കുന്നു, പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും മനുഷ്യൻ സ്വതന്ത്രനല്ല ഒരിക്കലും. കാരണം ഇപ്പോൾ സയൻസ് പോലും പറയുന്നുണ്ട് മനുഷ്യൻ്റെ ചിന്തകൾ ബ്രെയിൻ അറിയുമ്പോൾ അത് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, ആ മനുഷ്യൻ്റെ മനസ്സിലൂടെയുള്ള ചിന്തകൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് ബ്രെയിൻ അറിയുന്ന കുറച്ച് വൈകിട്ടാണ്. അതായത് നമ്മൾ ഈ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ ബ്രെയിൻ അത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. നമ്മൾ എന്തോ ഒരു കർമ്മഗതി, അതായത് മനുഷ്യൻ നേരത്തെ ഉള്ള പ്രീവിയസ് ആയിട്ടുള്ള കർമ്മങ്ങളുടെ ഒരു കർമ്മഗതിയായിട്ടും അവരുടെ ഈ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഈ യൂണിവേഴ്സലായിട്ടുള്ള മൈൻഡിൻ്റെ ഈ തലങ്ങളിൽ വിവിധ തരത്തിലുള്ള ശക്തിവിശേഷങ്ങളും അല്ലെങ്കിൽ പല പിതൃ സ്വഭാവങ്ങളും പല രീതിയിലുള്ള ഇൻഫ്ലുവൻസുകളാൽ മനുഷ്യൻ്റെ ഈ ചിന്താധാരകളൊക്കെ മറ്റുള്ള എൻറ്റിറ്റികളാൽ നിയന്ത്രിക്കപ്പെടുന്നു. മനുഷ്യൻ ഈ ബ്രെയിനിൽ അറിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരർത്ഥത്തിൽ മനുഷ്യൻ ഒരു ബലിയാടെന്നുള്ള അവസ്ഥയിലാണ്. ഇപ്പോൾ കോൺഷ്യസ് ആകുന്നില്ലെങ്കിൽ, ബോധതലത്തിൽ മനുഷ്യൻ വികസിച്ച് വരുന്നില്ലെങ്കിൽ, ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള തലങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന ഈ ചിന്തകളാൽ മനുഷ്യനെടുക്കുന്ന തീരുമാനങ്ങൾ അവനെടുക്കുന്നത് അവന് തോന്നുന്നതേ ഉള്ളൂ. പക്ഷേ അവനെ കൊണ്ട് ഇത് എടുപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം എടുപ്പിച്ച് അവൻ ഒരു രീതിയിലും ഫ്രീ അല്ലാത്ത ഒരു തലത്തിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യനെ ഈ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു റോബോട്ട് പോലത്തെ ഒരു ജീവിതത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് അനേകം ഗുരുക്കന്മാർ വന്നിരിക്കുന്നതായിട്ട് നമ്മളെ ഗുരു സംസാരിച്ചു. പക്ഷേ ഗുരു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഗുരുക്കന്മാർ വന്നെങ്കിലും ഈ ഗുരുക്കന്മാരോടൊപ്പം അതുപോലെ ശിഷ്യഗണങ്ങൾ ഉയർന്നു വരാത്തത് കൊണ്ട് ചില അപകടങ്ങൾ ഉണ്ടായതായിട്ട് ഗുരുക്കന്മാർ പറഞ്ഞു. അതായത് ഈ വന്നുപോയ ഗുരുക്കന്മാർ ഈ മാനസിക തലത്തിൽ വന്ന് ജന്മം എടുത്തു കഴിഞ്ഞാൽ ഈ ശിഷ്യന്മാരും അതിനനുസരിച്ച് വന്നില്ലെങ്കിൽ ഈ ഗുരുവിന് ഒരു തലം കഴിയുമ്പോൾ മനസ്സുപയോഗിക്കാതെ
ഒരു സമ്പൂർണ്ണ സമർപ്പണമായിട്ടൊക്കെ ദൈവികമായിട്ടുള്ള ഒരു തലത്തിലേക്കൊക്കെ വികസിക്കുന്ന ഒരു തലം വരുമ്പോൾ, ഒരു ശിഷ്യനില്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരും ഇല്ലാതെ വരുമ്പോൾ, ഈ ഗുരുവിനെ തന്നെ മാനസിക തലത്തിൽ നിന്നുള്ള ശക്തിവിശേഷങ്ങൾ ഈ അവസ്ഥ കടന്നു പോകാതെ അപകടപ്പെടുത്തുന്നതായിട്ടൊക്കെ ഗുരു നമ്മളെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഉചിതമായ ഒരു ശിഷ്യൻ വളർന്നു വരാത്തടത്തോളം കാലം ഈ ഗുരുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമികളുടെ കാര്യത്തിലായാലും ബുദ്ധ ഭഗവാൻ ഈ ഒരു അവസ്ഥ കടക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിനെ ഈ സൂക്ഷ്മ ശക്തികൾ ഈ അവസ്ഥ കടക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവൻ അപായപ്പെടുത്തിയായിട്ടും അനേക ഗുരുക്കന്മാരെ, ദയാനന്ദ സരസ്വതി, അങ്ങനെ ഒരുപാട്, ജീസസ്, അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരെ ഈ ഒരു മാനസിക മണ്ഡലത്തിലുള്ള സൂക്ഷ്മ ശക്തികൾ ഇങ്ങനെ വകവരുത്തിയതായിട്ട് നമ്മൾ ഗുരു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ഉചിതമായ ഒരു ഉയർന്നു വന്ന ശിഷ്യനില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഗുരു പറഞ്ഞു. അപ്പോൾ ഈ ശിഷ്യൻ ആ ഗുരുവിനെ സംരക്ഷിക്കാൻ, അതായത് മനസ്സുപയോഗിക്കാതെ പരിണമിക്കുന്ന ഒരു അവസ്ഥയിലെത്തുന്ന ഈ ഗുരുവിനെ സംരക്ഷിക്കാൻ ഉചിതമായ ഒരു ശിഷ്യൻ വേണം. പിന്നീട് ഈ ഗുരുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഗുരുസ്ഥാനത്തേക്ക് ഉയർന്നു വന്ന് ഈ ഗുരു തെളിച്ച, അതായത് ഈ മാനസിക തലത്തിൽ നിന്ന് ഉണർന്ന് ദൈവികമായ ബോധത്തിലേക്ക് വഴി തുറന്ന ആ പാത്ത് പിന്തുടർന്ന് കൊണ്ടുപോകാൻ ഒരു ശിഷ്യൻ ഉണർന്നു വന്ന് അടുത്ത തലമുറകളായിട്ട് പോകാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മൾ ഇന്ന് കാണുന്നതെന്ന് ഗുരു അറിയിക്കുകയുണ്ടായി. ഇപ്പോൾ മതസ്വഭാവത്തിലും നമ്മളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്ലാം മതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മതസ്വഭാവത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ സമകാലികർ ഉപദ്രവിച്ചിരുന്നതായിട്ടും കഷ്ടപ്പെടുത്തിയിരുന്നതായിട്ടും ഒക്കെ നമ്മൾ കേൾക്കുന്നു. എന്നാൽ ഒരു ആരാധനാ സ്വഭാവമായിട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പേരുണ്ട്. എന്നാൽ അതിനകത്ത് തന്നെ സൂഫി പരമ്പരയായിട്ട് ഗുരുശിഷ്യ ബന്ധത്തിൽ കുറച്ച് പേര് പരിണമിച്ച് വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഈ മതങ്ങളും ജാതി, മറ്റ് സ്പർദ്ധകൾ, ആരാധനാ മാർഗങ്ങളെക്കാളൊക്കെ ഉപരി ആത്മീയമായ ഉണർവിനാണ് ഈ സൂഫി പരമ്പര. അവിടെ സൂഫി പരമ്പരയിൽ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ ദൈവമായിട്ട് കണ്ട് ആരാധിക്കുന്ന ഈ കോൺഷ്യസ്നെസ് ആ സത്യമായിട്ടുള്ള ദൈവവുമായിട്ട് പരിണമിക്കുന്ന ഒരു പരമ്പരയാണ് സൂഫികൾ. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലായാലും രഹസ്യമായിട്ട് ചെറിയ ഗുരുശിഷ്യ പരമ്പര വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബുദ്ധമതത്തിലാണെങ്കിൽ ബുദ്ധൻ്റെ വാക്കുകൾ അതേപടി പാലിച്ച, അല്ലെങ്കിൽ അതേപോലെ പോകണമെന്ന് പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ച് അവരൊരു ചെറിയ പരമ്പരയായിട്ട്, ഒരു മൊണോട്ടണസ് ആയിട്ടുള്ള, അതിനകത്ത് ബുദ്ധന്മാരൊന്നും ഉണ്ടായിട്ടില്ല, അവരങ്ങ് വളരെ ചുരുങ്ങി ഒന്നും ഇല്ലാതായിപ്പോയി. അതേസമയം ആ ബുദ്ധ പരമ്പരയിൽ ഗുരുശിഷ്യ ബന്ധത്തിൽ വന്ന അതാത് കാലത്തുള്ള ഗുരുക്കന്മാർ വന്ന അവരെല്ലാം ഒരുപാട് ബുദ്ധന്മാർ, അവർ ബുദ്ധ പരമ്പരയ്ക്ക് ഈ ദൈവികമായിട്ടുള്ള തലത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വേർജിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പോയതുകൊണ്ട് ബുദ്ധന്മാർ, മനസ്സിൽ നിന്നൊരു എൻലൈറ്റൻമെൻറ്റ് ഉണ്ടാകുന്ന ഒരവസ്ഥയിലെത്തിയ ഒരുപാട് ബുദ്ധന്മാർ അവരുടെ പരമ്പരയിലുണ്ടായി, ഗുരുശിഷ്യ ബന്ധത്തിൽ പോയ ബുദ്ധ പരമ്പരയിൽ. അപ്പോൾ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ, അദ്ദേഹത്തിനും ഗുരു ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു പരമ്പര, അദ്ദേഹത്തിനെ ആരാധിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ ഗുരുശിഷ്യ ബന്ധം ഇടയ്ക്കിടയ്ക്ക്, ഇപ്പോൾ ഒരു മധ്വാചാര്യൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കബീർദാസിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു, ഇങ്ങനെയൊക്കെ കുറച്ച് ഗുരുമാർഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില ഗുരുക്കന്മാർ വന്നതൊഴിച്ചാൽ ആ ശിഷ്യ പരമ്പര രഹസ്യമായിട്ട് അങ്ങ് ഇല്ലാതായിപ്പോയി. അപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഗുരുമാർഗത്തിൽ എല്ലാ ഗുരുക്കന്മാർ വന്നെങ്കിൽ ഈ ഗുരുമാർഗം അതിൻ്റെ പിന്തുടർച്ചയായിട്ട് വരുന്നതങ്ങ് നിന്നുപോയി. പരസ്യമായിട്ടൊരു ആരാധന മാർഗമായിട്ടുള്ള ഒരു മാർഗമാണ് ഡെവലപ്പായി മതസ്വഭാവത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഗുരു അറിയിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ എല്ലാ ഗുരുപരമ്പരകളെയും തെറ്റിച്ച് ഗുരുക്കന്മാർ മാറിക്കഴിയുമ്പോൾ ഇത് വെറും ഒരു ആരാധന, ഈ ദേവീദേവ സമ്പ്രദായത്തിലുള്ള ഒരു ആരാധനാ മാർഗം പോലെ ആക്കുന്ന ഒരു സ്വഭാവം ഈ യൂണിവേഴ്സലായിട്ടുള്ള ഈ മൈൻഡിൻ്റെ ഈ മെട്രിക്സിനുണ്ട്. അതായത് ഗുരുമാർഗത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് ദൈവികമായിട്ടുള്ളൊരു ധർമ്മത്തിലേക്ക് അങ്ങ് പരിണമിച്ചു പോകും. അപ്പോൾ ഗുരുമാർഗത്തിൽ പോകാതെ എന്നുവെച്ചാൽ മനുഷ്യരൂപത്തിൽ ഗുരു ആ ദൈവിക ബോധവുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ വന്നാൽ ഈ മനസ്സിൻ്റെ തലം അതിവർത്തിച്ചു പോകും. അപ്പം മനസ്സിൻ്റെ തലം അതിവർത്തിച്ച് ഈ മായാ സ്വഭാവം അതിവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് തന്നെ ആരാധനാ സ്വഭാവത്തിൽ എല്ലാ മതങ്ങളെയും ഇല്ലാതാക്കുക, എല്ലാ സിസ്റ്റങ്ങളെയും, എല്ലാ ആത്മീയ തത്വങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു പ്രകൃതം ഇതിനകത്ത് നടക്കുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് ഇങ്ങനെ നന്മ തിന്മകളായിട്ട് മാറി നിന്ന് മനുഷ്യനെ ഇങ്ങനെ തമ്മിൽ തെറ്റിച്ച് വഴക്കുണ്ടാക്കി ദൈവികമായിട്ടുള്ള ഏകം സത്യമായിട്ടുള്ള ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകറ്റുന്നതെന്ന് ഗുരു നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗുരു പരമ്പരയിൽ തന്നെ നമ്മുടെ അഭിവന്ദ്യ ശിഷ്യപൂജിത ഇപ്പോൾ ഗുരുസ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇതുപോലെ കുറച്ചു പേര് ഇത് ഒരു ആരാധന സമ്പ്രദായമാക്കി മാറ്റാൻ വേണ്ടി
ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ കുറെ പേര് ഇങ്ങനെ വേറെ രീതിയിൽ വളരെ മോശമായിട്ട് ആശ്രമത്തിനെ കുറിച്ചും എല്ലാം പറഞ്ഞ് പരത്തുന്നതും ഗുരുവിനെ മാത്രമേ അവർ ആരാധിക്കൂ എന്നൊക്കെ പറയുന്നതും ഈ ഗുരു ശിഷ്യ പാരസ്പര്യം എന്ന് പറയുന്ന നമ്മുടെ ഗുരു സ്ഥാപിച്ച ഈ ഒരു ധർമ്മത്തെ ഇത് ഇല്ലാതാക്കാൻ വേണ്ടി ഈ പണ്ട് കാലത്ത് സംഭവിച്ച അതുപോലെ തന്നെ ഇവിടെയും ഏതൊക്കെയോ ശക്തികൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നതായിരിക്കില്ലേ? ശ്രീ എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു ട്രാപ്പ്, അതായത് മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ നന്മ തിന്മകളായിട്ടൊക്കെ വേർതിരിഞ്ഞ അഹന്താ സ്വഭാവത്തിൽ വന്നിട്ട് മനുഷ്യർക്ക് ഇങ്ങനെ ഓരോന്ന് തോന്നുകയാണ്. അതാണ് പറഞ്ഞത്, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ അത് സംസാരിക്കണമെങ്കിൽ നമ്മുടെ ഈ ജാഗ്രൽ സ്വപ്ന സുഷുപ്തികളായിട്ടുള്ള ഈ മനസ്സിനെ അതിവർത്തിച്ച് തുരിയ ബോധത്തിൽ ഉണർന്ന് യഥാർത്ഥ ജ്ഞാനം എന്താണ്, യഥാർത്ഥ നന്മ എന്താണ്, യഥാർത്ഥ സ്നേഹം എന്താണ്, അല്ലാതെ ഈ മനസ്സിൻ്റെ കപടമായിട്ടുള്ള നന്മയല്ലാതെ യഥാർത്ഥത്തിലുള്ള സത്യമായിട്ടുള്ള ഒരവസ്ഥ എന്താണ് എന്ന് അറിയണം. അപ്പോൾ അങ്ങനെ ആ സത്യമായിട്ടുള്ള ആ യഥാർത്ഥ സ്നേഹത്തിൻ്റെ യഥാർത്ഥ നന്മയുടെ ഒരു വശത്തേക്ക് ഉണർത്താനാണ് ഈ ഗുരുമാർഗങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഗുരുമാർഗത്തിൻ്റെ വഴി ഈ മനസ്സിൻ്റെ ശക്തി വിശേഷങ്ങൾക്ക് അത് ഇഷ്ടമല്ല. കാര്യം മനസ്സിൻ്റെ ഈ മായികമായിട്ടുള്ള ഈ സൃഷ്ടി തലത്തിൽ നിന്ന് ഒരു ജീവനെ പോലും ഉണർത്തിയെടുക്കാതെ ആ ജീവൻ്റെ എനർജിയെ ഇതിനകത്ത് ട്രാപ്പ് ചെയ്ത് മനുഷ്യൻ എന്നും നന്നാവാം നാളെ നീളെ ഇങ്ങനെ നന്നാവാം എന്നൊരു വാഗ്ദാനം കൊടുക്കുന്നതല്ലാതെ ആർക്കും നന്നാവാൻ അവസരമാണ്. അതായത് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും വളരെയധികം ബ്രഹ്മചര്യം, ധാർമ്മികത, സത്യം, നീതി ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആർക്കും ഇത് പാലിക്കാൻ പറ്റാത്തൊരവസരത്തിലാണ്. കാര്യം മനുഷ്യന് ഈ മാനസിക തലത്തിൽ ഇതെല്ലാം അവൻ പാലിച്ചു വരുമ്പോൾ ഒരു സമയത്താകുമ്പോൾ അത് തെറ്റിപ്പോവും. അങ്ങനെ തെറ്റിച്ച് അവന് ഗിൽറ്റായി, ഷെയിമായി, അപമാനമായി മനുഷ്യനിങ്ങനെ വിഷമിക്കുകയാണ്. ഈ ബലിയാടായിട്ടുള്ള മനുഷ്യനിങ്ങനെ വിഷമിപ്പിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് പേര് അവരെ കർമ്മഗതി ശുദ്ധമായിട്ട് വരുമ്പോൾ ചിലർ ഒരു നല്ല സാത്വികനായിട്ടുള്ള സന്യാസിമാരോ ചിലർ പിന്നെ ചില ബുദ്ധന്മാരോ ഗുരുക്കന്മാരോ ആയിട്ടൊക്കെ കുറച്ച് പേരിങ്ങനെ വരുന്നതല്ലാതെ, അഥവാ അങ്ങനെ വന്നവർ അവരൊരു പാത്ത് കണ്ടുപിടിച്ചിട്ട് അവർ പറയുന്നത് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ ഓരോരുത്തരോട് പറയും. പക്ഷേ മനുഷ്യന് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം അവൻ്റെ കർമ്മഗതി, അവൻ്റെ ചിന്തകൾ എന്താണോ അവനെ കൊണ്ട് ചെയ്യിക്കുന്നത് അത് ചെയ്യുന്ന റോബോട്ടാണ് മനുഷ്യൻ. അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബാരിയർ കടക്കാതെ മനുഷ്യൻ അൺകോൺഷ്യസ് ആയിട്ടുള്ള ജാഗ്രത സ്വപ്ന സുഷുപ്തിയായിട്ടുള്ള ഒരു ബാരിയർ അബോധമായിട്ടിരിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ എന്ത് പറയുന്നോ എല്ലാം കള്ളത്തരമാണ്, എന്നുവെച്ചാൽ അഭിനയമാണ്. ഈ സാത്വികതയും ഇതെല്ലാം മനുഷ്യൻ ഇങ്ങനെ കരുതി വെച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. പക്ഷെ അവന് എന്താണ് പറയുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ബോധമില്ലാത്തൊരവസരത്തിൽ മനുഷ്യനിങ്ങനെ ഒരു ബലിയാടിനെ പോലെ കിടക്കുമ്പോൾ ആ അവസരത്തിൽ ഇരുന്നുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെയാണ് ശരി, അതാണ് ശരി, ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഗുരുമാർഗത്തിലും ഇപ്പോൾ വീണ്ടും വന്ന് പിന്നെ എന്താണ് ഒരു ആരാധനാ സമ്പ്രദായം മാത്രം മതി, അല്ലെങ്കിൽ ഒരു ഗുരു മാത്രം എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഗുരു എപ്പോഴും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു ശിഷ്യൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഗുരുമാർഗങ്ങൾക്കും അപജയം സംഭവിച്ചത് ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ സമയത്ത് തന്നെ ഉയർന്ന ഒരു ശിഷ്യൻ ഇല്ലാത്തത് കൊണ്ടും പിന്നീട് ഗുരുവിൻ്റെ കാലശേഷം ഈ ശിഷ്യൻ ഗുരുസ്ഥാനത്തേക്ക് ഉയർന്നു വരാത്തത് കൊണ്ടാണ് എല്ലാ ഗുരുമാർഗങ്ങളും കാലക്രമത്തിൽ അപജയം സംഭവിച്ച് നശിച്ചു പോയതെന്നാണ് ഗുരു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ രാധാസ്വാമി ഫെയ്ത്തിൽ 3 തലമുറ വരെ ഒരു ഗുരുസ്ഥാനത്തേക്ക് ശിഷ്യന്മാർ ഉയർന്നു വന്നു, അതിനുശേഷം ഉയർന്നു വരാത്തതുകൊണ്ട് അത് നശിച്ചതായിട്ട് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സിഖ് പരമ്പരയിൽ 10 തലമുറ വരെ ഗുരുക്കന്മാർ വന്നു, അതിനുശേഷം ഗുരു വരാത്തത് കൊണ്ട് തന്നെ ആ തലമുറ അവിടെ നിന്നുപോയി. അപ്പോൾ അതുപോലെ എത്രയോ ഗുരു പരമ്പരകളിൽ അതിനുശേഷം ഈ ഗുരുക്കന്മാരായിട്ട് ശിഷ്യന്മാർ ഉണർന്നു വരാതിരിക്കുമ്പോൾ ഇത് കാലക്രമത്തിൽ അങ്ങ് ഈ ഗുരുപരമ്പരകൾ നശിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഗുരു ഇവിടെ നമുക്ക് തന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ, എക്കാലത്തും അനുഭവശാലിയായിട്ടുള്ള ഒരു ഗുരു ഈ പരമ്പരയിൽ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് തന്നപ്പോൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാർ പറയണേ എക്കാലത്തും ഒരു ഗുരു ഉണ്ടാവും. അപ്പൊ അനുഭവശാലിയായിട്ടുള്ള ഒരു ഗുരു ഉണ്ടാകും എന്നുള്ള ഈ വാക്കിനെ അങ്ങ് മാറ്റിയിട്ട് അതായത് ഇതിനെ ഒരു ആരാധനാ സമ്പ്രദായമാക്കാനുള്ള ആ സൂത്രം അവര് പോലും അറിയാതെ അവരിലൂടെ പ്രവർത്തിക്കുന്ന ഈ മാനസിക തലത്തിൽ ഇതിങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ ഈ മനസ്സിന്റെ ഈ ചട്ടക്കൂടി തന്നെ നിൽക്കണം എന്നുള്ള അർത്ഥത്തിൽ ഈ ഗുരുമാർഗത്തെ തടുക്കാനുള്ള ഒരു സൂത്രമാണ്. അവര് പോലും അറിയാതെ ഈ ഒരു നെറ്റ്വർക്കിന്റെ ബലിയാടായി പോവുകയാണ്. അപ്പൊ ഈ ഗുരു എന്ന് പറയുന്നത് എന്താണ്? ഗുരു എന്ന് പറയുന്നത് ഈ പ്രകാശധാര. ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഈ ദൈവികമായ ബോധത്തിന്റെ ഒരു പ്രകാശധാര. ആ പ്രകാശം കൊണ്ട് ഈ കർമ്മഗതികൾ പൊട്ടിക്കുക. അതായത് ഈ മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞു, കർമ്മത്തിന്റെ ബലിയാട്, ചിന്തകൾ ഇങ്ങനെ അവൻ പോലും അറിയാതെ അവനിലേക്ക് വന്ന് അവനെ പ്രവർത്തിപ്പിക്കുന്ന ആ ബോധമില്ലാത്ത അവസ്ഥയിൽ നിന്ന്
അവൻ്റെ ബോധമണ്ഡലത്തിലേക്ക് പ്രകാശം കൊണ്ടുവന്ന് അവൻ്റെ കർമ്മഗതികൾ അഴിച്ച് അവനെ ഫ്രീ ആക്കി അവനെയും ബോധത്തിൻ്റെ തലത്തിലേക്ക് ഉണർത്തി സ്വതന്ത്രനാക്കുന്ന ഒരു വഴിയാണ് ഈ ഗുരുമാർഗം. അപ്പോൾ ആ ഗുരുവിൻ്റെ സംസർഗത്താൽ ഗുരുവിനോടൊപ്പം പ്രവർത്തിച്ച് വരുമ്പോൾ ആണിതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ തടുത്തിട്ട് മാനസികമായിട്ടുള്ള ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് തുടരാനുള്ള ഒരു താല്പര്യമാണ്. അപ്പോൾ ഗുരുക്കന്മാർ സമകാലികരായിട്ടുള്ളവരെല്ലാം എല്ലാ ഗുരുക്കന്മാരെയും ഉപദ്രവിച്ചു. അതിനുശേഷമാണ് ഈ ആരാധന തുടങ്ങുന്നത്. അപ്പം ആരാധിക്കുക എന്നുള്ള ഒരു വശം മാത്രമാണ്. ഗുരുക്കന്മാരെ സമകാലികരായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാതിരിക്കും. ഇത് വ്യക്തികളുടെ പ്രശ്നമല്ല, ഇത് മനസ്സിൻ്റെ ആ മനസ്സെന്ന് പറയുന്ന ഈ നെറ്റ്വർക്കിൻ്റെ ഒരു സ്വഭാവമാണ്. അതിന് ബലിയാടായി പോവുകയാണ് ഈ വ്യക്തികൾ. മനസ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഗുരുക്കന്മാരെ അവഗണിക്കുക. കാര്യം മനസ്സിനിങ്ങനെ ഒരു ഉറക്കം തൂങ്ങിയ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ തുടരണമെങ്കിൽ ഗുരുക്കന്മാരെ അവഗണിക്കുക. ഗുരു എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. ആ പ്രകാശ സ്രോതസ്സിനെ അവഗണിക്കുക. അതിനുശേഷം ഈ മനസ്സിൻ്റെ തലത്തിൽ നന്മയും തിന്മയും വെച്ച് ഇങ്ങനെ ഒരു നാടകം പോലത്തെ ഒരു ജീവിതം, അഭിനയം പോലത്തെ യഥാർത്ഥ നന്മയെ, ദൈവികമായ യഥാർത്ഥ നന്മയെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത ഒരു പ്രകൃതം. ഇപ്പം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാലാന്തര ഗുരുവായിട്ടുള്ള ഒരു ഗുരു ഉണ്ടാകും, എക്കാലം ഒരു ഗുരു ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അടുത്ത ശിഷ്യ സമൂഹം വരുമ്പോൾ, ആ തലമുറയിലേക്ക് വരുമ്പോൾ ആ ഒരു ഗുരു എവിടെ? നമുക്കിപ്പോൾ ഗുരു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഗുരുശിഷ്യ സംസർഗം, ഈ കർമ്മഗതി പൊട്ടിക്കാൻ ഈ ഗുരുവിൻ്റെ കോൺഷ്യസ്നെസ്സിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ സാന്നിധ്യത്താൽ, ഗുരുവിൻ്റെ വാക്കിനാൽ, ഗുരുവിൻ്റെ നിർദ്ദേശത്താൽ, അപ്പോൾ ആ ഒരു സംശയ നിവാരണത്തിനായിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഗുരു എവിടെ? ആ ഒരു ഗുരു ഉണ്ടാവും എന്ന് പറയുമ്പോൾ ആ ഗുരു എവിടെ? അപ്പം ഈ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ് ഗുരു ഇല്ലാത്ത. അവർ ഗുരു പോയി എന്നുള്ളൊരു ആശ്വാസത്തിലാണ്. അൺകോൺഷ്യസ് ആയിട്ട് പോയി കഴിയുമ്പോൾ ഈ മനുഷ്യരാശി കാലാകാലങ്ങളായിട്ട് ഗുരുക്കന്മാർ പോയി കഴിയുമ്പോൾ ആരാധിക്കുന്ന ആ സ്വഭാവം അവർ വീണ്ടും കാണിക്കുകയാണ്. അതായത് ഗുരു ഇപ്പം ഇല്ല, അവരെ സംബന്ധിച്ച് ഗുരു ഇല്ല. എന്നാൽ ഈ രണ്ടാമത്തെ ഗുരുവിൻ്റെ തലമുറയിൽ അംഗീകരിക്കുന്നവരുടെ പ്രകൃതം എന്താണ്? അവരെ സംബന്ധിച്ചാണ് ഗുരു ഉള്ളത്. എന്തുകൊണ്ടാണ്? ഈ ആദി ഗുരുവായിട്ടുള്ള ആ ഗുരു ഏത് തലത്തിലാണോ ലയിച്ച് നിൽക്കുന്നത്, ആ ബോധമണ്ഡലത്തിൽ ഉണർന്നിരിക്കുന്ന രണ്ടാമത്തെ ഗുരുവിലൂടെ ആദി ഗുരുവിൻ്റെ ആ പ്രകാശ സ്രോതസ്സിൽ നിന്ന് വാക്കുകൾ കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് ഗുരു ഉണ്ട്. എക്കാലവും ഇങ്ങനെ ഈ ഗുരു പരമ്പരയിൽ ഒരു ഗുരു ഉണർന്നിരുന്ന് ഈ ബോധമണ്ഡലത്തിൽ ഉണർന്നിരുന്ന് ആ ബോധമണ്ഡലത്തിൽ നിന്ന് പ്രകാശ സ്വഭാവത്തിൽ കിട്ടുന്ന വാക്കുകൾ പരമ്പരയെ അറിയിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എക്കാലവും ഗുരു ഉണ്ടായിരിക്കും. ആ ഒരു ഗുരു ആ ബോധമണ്ഡലത്തിൽ ആ പ്രകാശ സ്വരൂപിയായിട്ടിരിക്കുന്ന ആ ഗുരുവിൽ നിന്ന് വാക്കുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എക്കാലവും ഗുരു ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന ഈ അതാത് കാലത്തിലെ ഗുരുക്കന്മാരെ അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചാണ് ഗുരു ഉള്ളത്. അവരെ സംബന്ധിച്ച് മാത്രമേ ഗുരു ഉള്ളൂ. മറ്റവരെ സംബന്ധിച്ച് ഗുരു ഇല്ല. ഗുരു ഉണ്ടെന്ന് അവർ പറയുക, എന്നാൽ അവരെ സംബന്ധിച്ച് ഗുരു ഇല്ല. അവർ എല്ലാം സ്വയം തീരുമാനിക്കുക, സ്വയം ആരാധിക്കുക, സ്വയം തീരുമാനിച്ച് പ്രവർത്തിക്കുക. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബുദ്ധ പരമ്പരയിൽ ഏതൊക്കെ ഗുരുക്കന്മാർ വന്നിട്ടുണ്ടോ അവരെല്ലാം ബുദ്ധൻ്റെ ബോധമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർ ഗുരുശിഷ്യ ബന്ധത്തിൽ തുടർന്നുകൊണ്ടിരുന്നാൽ. എന്നാൽ ബുദ്ധൻ്റെ വാക്കുകൾ അതേപടി പാലിച്ച ഹീനയാനം ഒന്നും അല്ലാതായിപ്പോയി, വെറും ഒരു ചടങ്ങ് മാത്രമായിപ്പോയി. അതിനകത്തുനിന്ന് ഒരു ബുദ്ധന്മാരും ഉണ്ടായിട്ടില്ല. ബുദ്ധൻ്റെ അതേ വാക്കുകൾ മാത്രം പാലിക്കുന്ന ഹീനയാനം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ബുദ്ധന്മാരും ബുദ്ധന് ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല. അവരൊരു വെറും മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു ചടങ്ങ് മാത്രമായിപ്പോയി. എന്നാൽ മഹായാനത്തിൽ ബുദ്ധൻ്റെ ഗുരുപരമ്പരകളായിട്ട് ഒരുപാട് ഗുരുപരമ്പരകളായിട്ട് വന്നിട്ടുള്ള പാത്തിൽ എല്ലാം ഈ അതേ ബുദ്ധൻ്റെ തലത്തിൽ നിന്നാണ് പിന്നെ അവർക്ക് നിർദ്ദേശങ്ങൾ. കാര്യം ആരാണോ ബുദ്ധൻ തുടങ്ങിയ ബുദ്ധൻ ആ ഗുരുവിൻ്റെ പരമ്പരയാണ്. ആരാണോ സിഖ് പരമ്പര സ്റ്റാർട്ട് ചെയ്ത് ആ ഗുരു പരമ്പരയാണ് പിന്നെ തുടർന്ന് പോകുന്നത്. ആ ലൈറ്റിൻ്റെ പാത്ത്, അതാണ് കാലാന്തര ഗുരു. ഇപ്പോൾ ശ്രീകൃഷ്ണ പരമ്പരയിൽ നിന്ന് ശ്രീകൃഷ്ണന് ഗുരു ഉണ്ടായിരുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ പുതിയൊരു കാലാന്തര ഗുരുവായിട്ട് തുടങ്ങിയപ്പോൾ ആ ശ്രീകൃഷ്ണ ബോധത്തിൽ നിന്നാണ് പിന്നെ എല്ലാ ഗുരുക്കന്മാരും പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇസ്ലാം മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും ആ ഗുരു പരമ്പരയിൽ ആര് ഗുരുക്കന്മാരായിട്ട് വന്നാലും ആ പരമമായിട്ടുള്ള ഗുരുക്കന്മാരുടെ സോഴ്സിൽ നിന്നാണ് പിന്നെ എല്ലാ ഗൈഡൻസും വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ കാലാന്തര ഗുരുവായിട്ട് ഗുരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രകാശത്തിൻ്റെ സ്രോതസ് അണയാതെ കൊണ്ടുപോകുന്ന ഈ പരമ്പരയിൽ വരുന്ന ഗുരുക്കന്മാരിലൂടെയാണ്. അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ മറ്റുള്ള മതങ്ങൾക്ക് സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ അതുപോലെ ഒരു ആരാധനാ മാർഗവുമായിട്ട് പിന്നെ അവസാനം ആരും ബുദ്ധന്മാരായിട്ടോ ആത്മീയ പരിണാമമുള്ളവരോ ഒന്നും ഉണ്ടാകാതെ ഇത് ഒരു ഈ മാനസിക തലത്തിൽ പെട്ടുപോകുന്ന ഒരു സിസ്റ്റമായിട്ട് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ മാറിപ്പോകാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ഗുരുമാർഗമായിട്ട് തുടരുന്നതും ആ ഗുരുമാർഗത്തിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ ഈ ആരാധനാ സമ്പ്രദായങ്ങളും കർമ്മമാർഗങ്ങളും മറ്റു പാത്തുകളും എല്ലാം ആകുമ്പോൾ ഇത് സമ്പൂർണ്ണമായിട്ടും ഈ ജീവൻ്റെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒരു പൂർണ്ണതയുള്ള ഒരു വഴിയായിട്ട് മാറുകയാണ്.
ഇപ്പൊ ശ്രീ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗുരു പരമ്പരയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്കിപ്പോ വീണ്ടും ഒരു ഗുരുസ്ഥാനത്ത് നമുക്ക് അഭിനന്ദ ശിഷ്യപൂജിത വന്ന ഒരു കാലഘട്ടമാണ്. എന്നിട്ട് പോലും നമ്മുടെ ആശ്രമത്തിൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഒരു സംശുദ്ധമായ ഒരു പരിണാമം ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ഇവർ അവിടെ ഇരുന്ന് ഇതുപോലെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാനും ഇത്രയധികം അധിക്ഷേപിക്കാനും ഒക്കെ ഉള്ള ഇട അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും ഇത്രയും നല്ല ഒരു ഗുരുമാർഗത്തിൽ ഇത്രയും കാര്യങ്ങളും അവബോധവും ഒക്കെ ഉള്ള നമ്മുടെ ഈ പരമ്പരയിൽ ഇങ്ങനെയുള്ള ഒരു പരിണാമം, ഒരു സംശുദ്ധമായ ഒരു മനുഷ്യ സമൂഹത്തിലേക്ക് എത്താനായിട്ട് ഇത്രയും താമസം എന്താണ്? എന്തുകൊണ്ട് ഇതിനൊരു തടസ്സം ഇങ്ങനെ വരുന്നു? ഇപ്പൊ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ മനുഷ്യ മനസ്സിന്റെ സമൂലമായ പരിവർത്തനത്തെക്കുറിച്ച് അധികം ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. കൂടാതെ ഇപ്പോൾ ഗുരു ശരീരത്തിലുണ്ടായിരുന്ന സമയത്ത് കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അധികം ശിഷ്യന്മാർ ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള സമൂലമായ ഒരു പരിവർത്തനത്തിൽ ഗുരുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഗുരു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അത് പടിപടിയായിട്ട് അത് അങ്ങനെ ഒറ്റയടിക്ക് ഇത്രയും യുഗാന്തരങ്ങളായിട്ടുള്ള ഒരു മിസ്റ്റേക്കിൻ്റെ ഭാഗത്ത് പരിണമിച്ച് നിൽക്കുന്ന ഈ മനുഷ്യ സമൂഹം, അതിൽ തന്നെ ഈ മാനസികമായിട്ടുള്ള തല ഇത്രയും 7 അവസ്ഥ കൊണ്ട് ഇങ്ങനെ പൂർത്തീകരിച്ച് നിൽക്കുമ്പോൾ ഈ ഭൂമികളെല്ലാം കടന്നു പോകുന്ന ഒരു തലത്തിലേക്ക് ഒറ്റയടിക്ക് ഒരു മനുഷ്യരാശിയെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു ശിഷ്യൻ, ഇപ്പോൾ ഗുരു എപ്പോഴും പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റു ഗുരുക്കന്മാർക്ക് ഒരു കുഞ്ഞില്ലാതെ പോയി എന്നുള്ളത് ഗുരു എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ പരമ്പരയെങ്കിലും കൊണ്ടുപോകാൻ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കണമെന്നുള്ള ഏറ്റവും ഉത്തമ ബോധ്യമുള്ളത് നമ്മുടെ ഗുരുവാണ്. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തിയെടുത്തു എന്നുള്ളതാണ്. ഗുരു ആ ഒരു കുഞ്ഞിനെ വളർത്തിയെടുത്തിട്ട് ഇപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് ഗുരു ഒരിക്കൽ ഈ ഒരു പ്രശസ്തയായ എഴുത്തുകാരി മാധവിക്കുട്ടി അമ്മയുടെ അമ്മയായിട്ടുള്ള ബാലാമണി അമ്മ ആശ്രമത്തിൽ വന്നപ്പോൾ ഈ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചിട്ട്, തൻ്റെ ശിഷ്യയെ ഗുരു ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കുഞ്ഞിനെക്കുറിച്ച് ഇതാണോ പെണ്ണോ എന്നൊക്കെ ചോദിച്ചതും, അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ പ്രായത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് ഗുരു അഭിമാനത്തോടെ തൻ്റെ ശിഷ്യയെ കാണിച്ചിട്ട്, ഈ കുഞ്ഞ് കണ്ടില്ലേ, ഈ ശിഷ്യയായിട്ട് ഇത്രയും പഴക്കം ചെന്ന ഇത്രയും അറിവുള്ള ഒരു ജീവൻ എൻ്റെ ശിഷ്യയായിട്ട് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഗുരു അങ്ങനെ കാണിച്ചു കൊടുത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ വളരെ പരിഹാസമായിട്ട് അതിനെ പറയുകയുണ്ട്. ഇത് ആണും പെണ്ണും കെട്ട ഇത് പഴക്കം ചെന്ന ബോധമില്ലാത്ത തെറ്റിയ ഒരു ജീവനാണെന്ന്. അങ്ങനെയാണോ ഗുരു ഒരു വലിയ സാഹിത്യകാരി വരുമ്പോൾ ആ സാഹിത്യകാരിയുടെ മുമ്പ് തൻ്റെ ശിഷ്യയെ പരിചയപ്പെടുത്തുന്നത് ഇത്രയും ഒരു വൃത്തികെട്ട ഒരു സ്വഭാവത്തിലുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണോ ഗുരുവിനുള്ളത്? അപ്പോൾ നമ്മൾ പറയുന്നത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ അങ്ങ് എന്തും പറയുന്ന രീതിയിൽ അധപ്പതിക്കാൻ പാടില്ല. ഗുരു വളരെ അഭിമാന പുരസ്സരം തൻ്റെ ശിഷ്യയെ ഈ സാഹിത്യകാരിക്ക് പരിചയപ്പെടുത്തിയതാണ്. എന്താണ്? ഇത് ആണും പെണ്ണും അങ്ങനെയൊന്നും ഉള്ള ഒരു ധർമ്മത്തിലല്ല, ഇത് ഏറ്റവും ഉയർന്ന ഒരു പഴക്കം ചെന്ന അറിവുള്ള ഒരു ജീവനാണിതാ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് എന്ന്. അപ്പം ഇങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക, അതിനുശേഷം ഈ കുഞ്ഞ് അവസാനം വരെ കൂടെ നിർത്തി എല്ലാ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യിച്ച്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും പങ്കെടുത്ത് ഗുരുവിൻ്റെ ജീവനെ തന്നെ സങ്കല്പം കൊണ്ട് സംരക്ഷിച്ച് അങ്ങനെ അവസാനം വരെ വളർത്തിയെടുത്ത് അവസാനം ആ കുഞ്ഞിനെ ഈ പരമ്പരയെ നയിക്കാൻ വേണ്ടി പാകപ്പെടുത്തി ഗുരുപ്രകാശത്തിൽ നിന്നുള്ള അറിയിപ്പിനനുസരിച്ച് കൊണ്ടുപോകുമ്പോൾ അത് അങ്ങനെയൊന്നും അല്ല വേണ്ടത്. അത് നമ്മുടെ അറിവിനനുസരിച്ച്, അതായത് അൺകോൺഷ്യസ് ബാരിയർ ഒന്നും കടക്കാത്ത, മനസ്സിനെ കുറച്ച് വായിച്ചും കണ്ടും കേട്ടും കുറച്ച് ഈ മനസ്സിൻ്റെ നന്മ തിന്മകളുടെ ഈ കളിയിൽ പെട്ട് കിടക്കുന്ന ഈ വ്യക്തികൾ പറയുകയാണ് ഇതെങ്ങനെയാണ് നയിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പരമ്പര എങ്ങനെയാണ് പോകേണ്ടത്, എന്താണെന്നൊക്കെ അവരിങ്ങനെ നിർണ്ണയിക്കുകയാണ്. പക്ഷേ അവിടെ ഇത്രയും വലിയ ഒരു ഗുരുപ്രകാശത്തിൽ നിന്നുള്ള അറിയിപ്പിനനുസരിച്ചാണ് നമ്മുടെ പരമ്പര പോകുന്നത്. പക്ഷേ ഗുരുവിൻ്റെ ശരീരത്തിൽ ഉള്ള കാലഘട്ടത്തിൽ പോലും ശിഷ്യന്മാരെ പരിണമിപ്പിക്കുന്നതിലുള്ള പ്രയാസത്തെക്കുറിച്ച് നമ്മളോട് ഗുരു എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ തലമുറയിൽ അതിൻ്റെ അടുത്ത ഒരു തലമുറയിലുള്ള ഒരു വികാസം സംഭവിച്ചിട്ടുണ്ട്. ഇനി അത് വരും തലമുറയിൽ 350 വർഷത്തോളം വേണം ഈ മനുഷ്യരാശിയെ 7 തലമുറ കൊണ്ട് ശുദ്ധീകരിക്കാനെന്ന് ഗുരു അറിയിക്കുകയുണ്ടായി. അപ്പോൾ അത് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് കോൺഷ്യസ്നെസ്സിനെ പരിവർത്തനപ്പെടുത്തി കളയാം എന്നുള്ള മൗഢ്യമായിട്ടുള്ള ചിന്തകളൊന്നും നമ്മൾ വെച്ച് പുലർത്താൻ പാടില്ല. എന്നാൽ പടിപടിയായിട്ട് മനുഷ്യനെ പരിണമിപ്പിച്ച് എടുക്കുക തന്നെ വേണം. എന്നാൽ ഇപ്പോൾ ഇവരെ പോലുള്ള കുറച്ച് പേര് ചില പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചില പരാതികൾ, കുഴപ്പങ്ങളൊക്കെ പറയുമ്പോൾ ഇത് ഗുരുസ്ഥാനത്തിന് അല്ലെങ്കിൽ ഗുരുവിൻ്റെ സ്ഥാനത്തിലെയാണ് ഇവർ അതിനെ അധിക്ഷേപിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ
അന്ന് നമ്മുടെ ആശ്രമ സ്വഭാവത്തിൽ, ഒരു ചെറിയ ആശ്രമ സ്വഭാവത്തിൽ നമ്മളെല്ലാവരും കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന അറിയുന്ന ആൾക്കാരായിട്ട് ചെറിയൊരു സ്വഭാവം, ഇന്ന് വികസിച്ച ഒരു സ്വഭാവം. അപ്പോൾ ഈ വികസിച്ച ഒരു സ്വഭാവത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് ആൾക്കാർ ചേർന്ന് നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിലെ എല്ലാ പ്രശ്നങ്ങളും വന്ന് ഇളകി പോകുന്ന ഒരു പരിവർത്തനപ്പെടുന്ന സ്ഥലമാണ് ആശ്രമങ്ങളെന്ന് ആലോചിക്കണം. കൂടാതെ ഇത് അത്ര ഈസി ആയിട്ട്, ഈ ബോധതലങ്ങളെ ഒന്നും അത്ര ഈസി ആയിട്ട് അങ്ങനെ പരിണമിച്ച് പോകാൻ പറ്റുന്ന ഒരു വശവുമല്ല. ഇത് അവരവരുടെ മനസ്സിനെ പരിശോധിച്ചിട്ടുള്ളവർക്കേ അറിയാവൂ. ചുമ്മാ നമ്മളിങ്ങനെ നന്മ തിന്മയുടെ കുറച്ച് വശങ്ങൾ മാത്രം പരിശോധിക്കാതെ മനസ്സിൻ്റെ സമൂലമായിട്ടുള്ള രീതിയിൽ ഒബ്സർവേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഈ മനസ്സ് എത്രത്തോളം കുഴപ്പമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ മനുഷ്യരുടെ ചില കുറവുകൾ, അതായത് ഇപ്പോൾ ഇവരെല്ലാം പറയുന്ന ആരോപിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മളും ഒന്നിനും തൃപ്തരല്ല. ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ തൃപ്തനല്ല. ഇന്ത്യയോടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്, ഇപ്പോൾ 1980 കാലഘട്ടത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും GDP ഒക്കെ ഏകദേശം തുല്യമായിരുന്നു. എന്നാൽ ചൈന എന്തുമാത്രം പുരോഗമിച്ചു. അപ്പോൾ ഇന്ത്യയുടെ പൊളിറ്റിക്സിൽ ഞാൻ തൃപ്തനല്ല. കേരള ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്സിൽ ഞാൻ തൃപ്തനല്ല. നമ്മുടെ റോഡുകളും നമ്മുടെ കാര്യങ്ങളും ഒന്നും തൃപ്തനല്ല. അപ്പോൾ അതുപോലെ ആശ്രമ സ്വഭാവത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളെയും ഞാൻ തൃപ്തനല്ല. ഇപ്പം എൻ്റെ വീട്ടിലുള്ള പ്രവർത്തനം, ഇപ്പോൾ കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ നിരന്തരം പല കാര്യത്തിനും തർക്കിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുകയാണ്. എന്താണ്? ഞാൻ തൃപ്തനല്ല. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ തൃപ്തനല്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ലോകത്തെക്കുറിച്ചോ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ തൃപ്തരല്ല. ആരും തൃപ്തരല്ല. നിങ്ങൾ മാത്രമല്ല. നിങ്ങൾ ഈ ആശ്രമത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പറയാതെ ലോകത്തിലെ ഒരു കാര്യത്തിലും നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ ഇവിടെ ഇല്ല. അവനവൻ്റെ ജീവിതത്തിൽ തൊട്ട്, അവനവൻ്റെ കുടുംബത്തിൽ തൊട്ട് നമുക്ക് ലോകത്തിലെ നാടിൽ ഒന്നും തൃപ്തിപ്പെടാൻ പറ്റിയ ഒരു കാര്യങ്ങളും നല്ലതായിട്ട് നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് സംതൃപ്തിപ്പെടാൻ പറ്റിയ ഒരു കാര്യങ്ങളില്ല. പക്ഷേ ഇപ്പം എന്നെപ്പോലെ ഞാനൊക്കെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ആത്മശാന്തിയുടെ വശത്ത് ഗുരുമാർഗത്തിലൊക്കെ പരിണമിച്ച് വന്നപ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഒരു ലയം വന്ന് നമ്മൾ ആ ദൈവികമായിട്ടുള്ള ഒരു ഗ്ലിംസ് പോലെയെങ്കിലും ഈ ഒരു സത്യത്തിൻ്റെ, ആ ധാർമ്മികതയുടെ, നന്മയുടെ, സ്നേഹത്തിൻ്റെ ഒരു വശം മനസ്സിലാക്കിയപ്പോൾ ഈ വശം എങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ കുടുംബത്തിലും വീടിലും നാടിലും കൊണ്ടുവരാം, അങ്ങനെ ഓരോ വ്യക്തികളും അത് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് ശരിയാകൂ എന്നുള്ള ഒരു അറിവും അനുഭവം വന്നതോടുകൂടിയാണ് ഞാൻ ഈ പറയുന്ന പോലെ തൃപ്തിയല്ലെന്ന് പറഞ്ഞ ആൾക്കാരെ മൊത്തം ചീത്ത വിളിക്കാൻ തുടങ്ങാതെ, അല്ലെങ്കിൽ ഈ സോഷ്യൽ വർക്കും മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന പോലെ മറ്റുള്ളവരെ കിടന്ന് തെറി വിളിക്കാതെ നമ്മളിലൂടെ അങ്ങനെ ഓരോരുത്തരെയും ഇത് ഹെൽപ്പ് ചെയ്ത് ഓരോരുത്തരിലൂടെ ഇത് കൊണ്ടുവരണം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, അവരെക്കുറിച്ചൊക്കെ ഇപ്പോൾ അദ്ദേഹം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഈ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഇതൊന്നും ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നവർക്കറിയാം. ഇതെല്ലാം ഓരോ സെക്ഷനായിട്ട്, ഇപ്പോൾ IAS ഓഫീസേഴ്സ്, കോടതികൾ, കമ്പനികൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ മന്ത്രിമാർ വിവിധ തലങ്ങളിൽ ഇങ്ങനെ വിഘടിച്ച് അവസാനം ഇത് ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ് വരുന്നത്. ആ രാജ്യത്തിൻ്റെ എല്ലാ നന്മകളുടെ ഉത്തരവാദിത്തം അവസാനം ജനങ്ങളുടെ കയ്യിലാണ് വരുന്നത്. ആ ജനങ്ങളുടെ ആകെ തുകയായ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ ഫലമായിട്ടായിരിക്കും അവിടുത്തെ രാജ്യത്തിൻ്റെ ആളും വരുന്നത്. അതിനുശേഷം ഈ പ്രസംഗിക്കുക അല്ലാതെ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രസംഗിക്കാൻ മാത്രമാണ് സ്വാതന്ത്ര്യമുള്ളത്. മറ്റ് കാര്യത്തിലൊക്കെ ഇടപെടുന്നതിന് അവർക്ക് ലിമിറ്റേഷനുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെയൊക്കെ ഓരോ സംസ്ഥാനങ്ങൾ ഫെഡറൽ സംവിധാനമാണ്. അവിടെയൊന്നും ഇടപെടാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥലം പോലും സ്വന്തമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഭരിക്കുക, അവർക്ക് നിയമാവലികൾ ഉണ്ടാക്കാമെന്നല്ലാതെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. അഥവാ ഇടപെട്ടാൽ അവിടെ നിയമലംഘനമായിട്ട് മാറുകയും പിന്നെ അത് ചർച്ച വേറെ വഴിക്ക് പോവുകയും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് ആരോപണങ്ങളായി പ്രത്യാരോപണങ്ങളായി ഒരു കാര്യത്തിലും ആർക്കും ഒന്നും ഇടപെടാൻ പറ്റില്ല. ഇതൊക്കെ ഒരു സിസ്റ്റം, അത് ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുന്നെങ്കിലേ മനസ്സിലാക്കാൻ പറ്റൂ. ഈ അധികമായിട്ട് ആർക്കും ഒന്നിലും ഇടപെടാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. ഇപ്പോൾ പോലീസ് സേനയിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും തലപ്പത്തൊക്കെ ഉള്ളവർ കുറേ നിയമങ്ങൾ ഇങ്ങനെ പറയാമെന്നല്ലാതെ അവസാനം പോലീസുകാർ, ഏറ്റവും താഴെയുള്ള കോൺസ്റ്റബിൾസും ജനങ്ങളും തമ്മിലാണ് ഈ പോലീസ് സേനയുടെ ബന്ധം. അവസാനം ഇത് ഏറ്റവും ഗ്രൗണ്ട് ലെവലിലാണ് ബന്ധം. മറ്റത് കുറേ നിയമങ്ങൾ നമുക്കിങ്ങനെ പറയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഗ്രൗണ്ട് ലെവലിലാണ് എല്ലാ ബന്ധങ്ങളും കാര്യങ്ങളും. ഈ ഗ്രൗണ്ട് ലെവലിലുള്ള ജനങ്ങൾ ശരിയായ മാത്രമേ ഈ ടോപ്പായിട്ടുള്ള കാര്യം ശരിയാവൂ. അപ്പോൾ ചൈനയ്ക്ക് പുരോഗമനം ഉണ്ടെങ്കിൽ അവിടുത്തെ ചൈനയിലെ ജനങ്ങളെല്ലാം ശരിയായിരിക്കും. അതാണ് എൻ്റെ കാര്യം. ജനങ്ങളെല്ലാം നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ ഉന്മേഷത്തോടെ പ്രവർത്തിച്ച് കർമ്മമൊക്കെ ചെയ്ത് പ്രവർത്തിച്ച് പോകുന്നതുകൊണ്ടായിരിക്കും ചൈന നന്നാവുന്നത്. ഇന്ത്യ നന്നാവാത്തന്നെ ഇന്ത്യയുടെ പൊളിറ്റീഷ്യന്മാരെ കുഴപ്പമായിരിക്കില്ല. ജനങ്ങൾ ആശ്രമത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ആശ്രമത്തിലെ വിശ്വാസികൾ
അല്ലാതെ അതിന് മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഓരോ വ്യക്തികളും ഓരോ സ്ഥാപനത്തിലും ഒക്കെ വരുന്നവർ പോസിറ്റീവ് ചിന്തയാണോ, വിശ്വാസമുണ്ടോ, സമർപ്പണമുണ്ടോ, സ്നേഹമുണ്ടോ, അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി എല്ലാം കുഴപ്പമാണ്, പ്രശ്നമാണ്, പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെരുപ്പിച്ച് പറയുന്നത് കാര്യങ്ങളെ നേരിട്ട് കാണാത്ത ഒരു സ്വഭാവമാണ്. അപ്പോൾ കാര്യങ്ങൾ നേരിട്ട് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാത്ത വ്യക്തികൾ ഇങ്ങനെ എല്ലാം കുറ്റമാണെന്ന് പറയും. ഇതൊന്നും ആർക്കും ഒറ്റയടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഇടപെടാൻ പറ്റാത്ത, പരിണമിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ മനുഷ്യരാശിയുടെ മനസ്സ് എങ്ങനെ മാറ്റാം, അവൻ്റെ ചിന്താഗതി എങ്ങനെ മാറ്റാം, അവൻ്റെ ഈ നന്മ തിന്മകളുടെ ഈ കളി നിർത്തിയിട്ട് യഥാർത്ഥ ആത്മബോധത്തിലേക്ക് എങ്ങനെ ഉയരാം, ജീവന്റെ തലത്തിലേക്ക് എങ്ങനെ ഉയരാം, അതിന് ഗുരു എങ്ങനെ സഹായിക്കും, ഇതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഇങ്ങനെ ആരാധനാ സ്വഭാവത്തിൽ നിൽക്കാതെ ഒരു ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ഗുരുവിൻ്റെ പ്രകാശം കൊണ്ട്, ഇപ്പോൾ ഈ ഗുരുക്കന്മാരെ കുറിച്ച് എന്തെങ്കിലും വാചകം അടിക്കുന്നവരല്ല ഗുരുക്കന്മാർ. വാചകം അടിക്കാനായിട്ട് ഇപ്പോൾ എല്ലാ പുസ്തകങ്ങളും, എല്ലാ മതസംഹിതകളും, തത്വങ്ങളും, അറിവുകളും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ നമുക്കുണ്ട്. ഗുരു എന്ന് പറഞ്ഞാൽ ആ പ്രകാശ സ്രോതസ്സാണ്, ആ ബോധം ഉണർത്തുന്ന പ്രകാശ സ്രോതസ്സാണ്. ഇപ്പോൾ നമ്മുടെ ഗുരു നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം, ആ പ്രകാശ സ്രോതസ്സായിട്ട് ആ ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഉണർച്ചയിലേക്ക് നയിക്കുന്നതാണ് ഗുരു. ഇപ്പം ഞാനൊക്കെ ആശ്രമ സ്വഭാവത്തിൽ വരുമ്പോൾ എനിക്ക് ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഈ ആത്മീയ രംഗത്തൊരു ഗുരുവിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആശ്രമത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ആശ്രമത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ശിഷ്യപൂജിതയെ ഒരു ഗുരുസ്ഥാനത്ത് കാണാനുള്ള ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലെന്നുള്ളതാണ്. ശിഷ്യപൂജിതയെന്നും എൻ്റെ കണ്ണിൽ ഒരു ഗുരുസ്ഥാനത്തേക്ക് ഒരിക്കലും എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു രീതി കണ്ടിട്ടില്ല. കാരണം എൻ്റെ മനസ്സിൽ ഇംപ്രസ്ഡ് ആവുന്ന വേദാന്തങ്ങളോ അങ്ങനെ മറ്റ് തത്വചിന്തകളോ മറ്റ് രീതിയിലൊന്നും സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഗുരുക്കന്മാരെ തിരിച്ചറിയുന്ന എന്തോ ഒരു സെൻസ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഗുരുക്കന്മാരെ ബഹുമാനമാണ്. ഇപ്പോൾ നമ്മുടെ ആരാധനാലയത്തിന് ചുറ്റും അനേക ഗുരുക്കന്മാർ, നാരായണ ഗുരു, വിവേകാനന്ദ സ്വാമി, ബുദ്ധൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, ചട്ടമ്പി സ്വാമികൾ, ശ്രീകൃഷ്ണൻ, അങ്ങനെ തുടങ്ങി എല്ലാ ഗുരുക്കന്മാരുടെ പടങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഗുരുവും ഈ ഗുരുക്കന്മാരെ ആരാധിച്ചിരുന്നു. മറ്റു ഗുരുക്കന്മാരെ ആരാധിക്കണമെന്നാണ് ഗുരു മറ്റു ഗുരുക്കന്മാരെ നമുക്ക് എന്നും ആരാധ്യ പുരുഷന്മാരായിരിക്കണം. അപ്പോൾ എന്തുകൊണ്ടോ ഈ ഗുരുക്കന്മാരെ ഞാൻ കാണുമ്പോൾ തന്നെ, വായിക്കുമ്പോൾ തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു സ്നേഹവും ബഹുമാനവും. എന്നാൽ ഈ ഫിലോസഫിയും തത്വചിന്തയും ഈ വാചകമടിക്കുന്ന ആത്മീയതയൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുമായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ ഈ വാചകമടിയിലോ അങ്ങനെയുള്ള ആത്മീയതയൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ശിഷ്യപൂജിതയെ സംബന്ധിച്ച് ഞാൻ ഗുരുസ്ഥാനത്തൊന്നും കണ്ടില്ല. എന്നാൽ ഞാൻ തന്നെ സ്വയം ഇങ്ങനെ കുറച്ച് പ്രാർത്ഥനകളും ധ്യാനങ്ങളും എൻ്റേതായ രീതിയിലൊക്കെ ചെയ്ത് കുറച്ച് അനുഭവങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഈ അനുഭവത്തെ മനസ്സിലാക്കി ശിഷ്യപൂജിത തന്നെ എന്നെ വിളിക്കുകയും, അവനിങ്ങനെ ചില അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അവനിങ്ങനെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ്, അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞ് എന്നെ വിളിക്കുന്നു. അങ്ങനെ ഒരു സ്നേഹം, അങ്ങനെ ആ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ചെല്ലുമ്പോൾ ആ ഗുരുവിൽ എന്തോ നമ്മളിതൊന്നും ഇല്ലാത്ത അഭൗമമായ ഒരു സാന്നിധ്യമുണ്ട്, ഒരു പ്രകാശമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുന്നു. പിന്നെ നമുക്ക് ഒരു പങ്ക് തന്നപ്പോൾ നമുക്കുണ്ടായ ആത്മീയ അനുഭവം ഈ ലോകം മുഴുവൻ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉരുണ്ടുകൂടുന്നത് പോലെ, അതിനുശേഷം പല പല ആത്മീയ തലങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന നക്ഷത്ര സ്വഭാവത്തിൽ ഗുരുക്കന്മാരെങ്ങനെ ധ്യാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ മഹാത്മാക്കൾ ആ ജീവനുകളൊക്കെ അങ്ങനെ ഓരോ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്നു. നമ്മൾ പിന്നെ മറ്റു പല ദർശന സ്വഭാവത്തിലുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഇതെല്ലാം വന്നപ്പോൾ, ഇങ്ങനെ ഈ ഗുരുവിനോടൊപ്പം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഗുരു തുടങ്ങി വച്ചിരിക്കുന്ന ഈ ആശ്രമ സ്വഭാവത്തിൽ ഈ ഗുരുമാർഗം എത്ര പവർഫുള്ളായിട്ടാണ് നിൽക്കുന്നതെന്നുള്ള ഒരു അനുഭവം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. കൂടാതെ ഇപ്പോൾ ശിഷ്യപൂജിതയുടെ ഒരു പ്രകൃതം, ഒരു സ്വഭാവം ഗുരു നേരത്തെ ആ ബാലാമണി അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത്, തൻ്റെ ശിഷ്യ അതാണ്ട് ഇത്രയും പവർഫുള്ളാണ്, ഇത്രയും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണെന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പം ആശ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആശ ഇപ്പം ശിഷ്യപൂജിതയെക്കുറിച്ച് നമ്മളൊരു സന്യാസിയായിട്ട് കാണുമ്പോൾ പോലും അതുപോലെ മറ്റൊരു സന്യാസിയെ നമുക്ക് ആശ്രമത്തിൽ കാണാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു വ്യത്യസ്തമായ സ്വഭാവം, വ്യത്യസ്തമായ ഒരു സ്നേഹം, വ്യത്യസ്തമായ ഒരു ശബ്ദം, എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ആ സന്യാസ ഭാവത്തിൽ തന്നെ ഉണ്ടായിരുന്നപ്പോൾ ഒരു വ്യത്യസ്തമായ ക്യാരക്ടറായിരുന്നു അല്ലേ? എനിക്കൊരു കാര്യം പറയാൻ, ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സങ്കല്പം ഉണ്ടല്ലോ, എല്ലാവിധ ദേവ പരമ്പരയും എന്ന് തുടങ്ങുന്ന ആ സങ്കല്പം നമ്മുടെ പരമ്പരയിൽ കിട്ടിയ ദിവസം അതിനെക്കുറിച്ച്, അപ്പൊ അന്ന് ഞാൻ ആശ്രമത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഗുരു എല്ലാവരും വിളിച്ചുകൂട്ടി അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മുടെ അഭിമന്യ ശിഷ്യപൂജിതയ്ക്കാണ് ഈ ഒരു സങ്കല്പം കിട്ടിയത്.
അപ്പോൾ അന്ന് മുതലാണ് ഇത് നമ്മുടെ പരമ്പരയിൽ എല്ലാ കാലത്തും ചൊല്ലുന്ന ഒരു സങ്കല്പമായിട്ട് നമ്മൾ ഇന്ന് എപ്പോഴും അത് ചൊല്ലുന്നത്. അന്ന് ഗുരു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ സങ്കല്പം കിട്ടിയപ്പോൾ എല്ലാം അതിൽ ആയി, എല്ലാം പൂർത്തിയായി എന്നുള്ള ഒരു സന്തോഷം ഗുരുവിനുണ്ടായിരുന്നു. അപ്പൊ ഗുരു പറഞ്ഞു, അതായത് ആ പരമപ്രകാശം ഈ പരമ്പരയിൽ അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരിക്കില്ല എന്നുള്ള ഒരു ഗുരുവിന്റെ ആ ഒരു വാക്ക്. അപ്പോ അങ്ങനെയുള്ളൊരു ശിഷ്യൻ അവിടെ ഉദയം ചെയ്തു. ആ സങ്കല്പം ശിഷ്യപൂജിതയ്ക്ക് കിട്ടിയതോടുകൂടി ഇതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു കാലമായി ആ ശിഷ്യൻ അവിടെ ജനിച്ചു കഴിഞ്ഞു. ഗുരുസ്ഥാനത്തേക്ക് യോഗ്യയായ ആ ശിഷ്യൻ ജനിച്ചു എന്നുള്ള ഒരു സന്തോഷം ഗുരു അന്ന് എല്ലാവരെയും വിളിച്ച് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഗുരുവിന്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഗുരു അധികം നാള് നിന്നിട്ടില്ല. അപ്പൊ ഗുരു അതിനുശേഷമാണ് ശരീരം വെടിയുന്നത്. അപ്പൊ അതൊരു വലിയൊരു ലക്ഷണമാണെന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാൽ ഈ യുഗാന്തരങ്ങളായി ആഗ്രഹിച്ചത് സാധിച്ചു, അല്ലെങ്കിൽ ഗുരു അവസാനം പറഞ്ഞു ഇതാ ഇങ്ങനെ ഒരു പൂർത്തീകരണം സംഭവിച്ചു. അപ്പോൾ ഇത് സൂക്ഷ്മ തലത്തിൽ ഇതെല്ലാം ശരിയായി എന്നുള്ളതാണ്. ആ സൂക്ഷ്മ തലത്തിൽ ഇനി അത് സ്ഥൂലമായ മണ്ഡലത്തിലേക്ക് അത് വ്യാപിച്ചു വരാൻ അതിൻ്റെതായ സമയമെടുക്കും. അപ്പോൾ അതിനുള്ള ഒരു ക്ഷമയും സഹിഷ്ണുതയും ഒക്കെ നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ശിഷ്യപൂജയെ സംബന്ധിച്ച് ആ സന്യാസ ഭാവത്തിൻ്റെ ആ തലത്തിൽ തൊട്ടേ നമുക്കറിയാം ഈ കുഞ്ഞിനൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഗുരു ഈ കുട്ടിയെ ആ രീതിയിലാണ് വളർത്തിക്കൊണ്ടുവന്ന് അവസാനം വരെ നിന്നത്. അപ്പോൾ ആ ഒരു സന്യാസിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഗുരുസ്ഥാനത്തെക്കുറിച്ച് ഇവർ ഇത്രയും മോശമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അത് എന്തർത്ഥത്തിൽ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. കൂടാതെ ഇവർക്ക് അതിനേക്കാൾ എന്തറിവാണ് ഉള്ളത് ഈ കുഞ്ഞിനേക്കാളും, അല്ലെങ്കിൽ ഈ കുഞ്ഞ് കണ്ട ദർശനങ്ങൾ, ഈ കുഞ്ഞ് കണ്ട മഹാത്മാക്കൾ, ഈ ആശ്രമത്തിൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ ഈ ജീവൻ ഇങ്ങനെ നിന്ന് തെറ്റിച്ചാൽ ഉണ്ടാകുന്ന അപജയങ്ങൾ, അല്ലെങ്കിൽ ഈ ജന്മജന്മാന്തരങ്ങളായി ജീവൻ ജനന മരണങ്ങളില്ലാതെ ഇഹവും പരവുമായിട്ടുള്ള അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവൻ ഒരു സ്വപ്നത്തിൽ ചെന്ന് വീഴുന്നത് പോലെ അവൻ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലമായിട്ട് അവൻ്റെ മനസ്സ് ഏതെല്ലാം നരകത്തിൽ പോയി കിടന്ന് യാതന അനുഭവിക്കും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഗുരുമാർഗത്തിൽ നിന്ന് ഇങ്ങനെ തെറ്റിക്കാൻ ആരാണ് ധൈര്യപ്പെടുക? ഈ ഗുരുമാർഗത്തിൽ ഇത്രയും ഗുരുവിനോടൊപ്പം നിന്ന് മനസ്സിലാക്കിയ ആർക്കെങ്കിലും അതിന് ചിന്തിക്കാൻ പോലുള്ള ധൈര്യം ഉണ്ടാവൂ? അപ്പം ഒന്നും അറിഞ്ഞൂടാത്ത വ്യക്തികളാണ് ഇങ്ങനെയൊക്കെ ഓരോന്നങ്ങ് ഭാവന ചെയ്ത് പറയുന്നത്. അവരവരുടെ മനസ്സിലുള്ള ഭാവനകളാണ് അവരിങ്ങനെ വിളിച്ചു പറയുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ ഗുരുസ്ഥാനത്തൊക്കെ ഇരിക്കുന്ന എന്തോ ലഹരിയും എന്തോ ആഘോഷവും. ഒരു ഗുരുസ്ഥാനത്ത് ഇപ്പോൾ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ കാര്യം നോക്കി ഈസി ആയിട്ട് പോകാമായിരുന്നു, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി വന്നപ്പോൾ ഇതൊരു കുരിശാണ്, കുരിശെടുത്ത് അണിയുകയാണ് ചെയ്യുന്നത്. ഒരു ഗുരുസ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കുരിശ് പോലെ യാതനയാണ്. ജീവിതം മൊത്തം ആ കഷ്ടപ്പാടുകളും ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന അത്ര സുഖകരമായിട്ടുള്ള ഒരു അനുഭവം അല്ല ഒരു ഗുരുസ്ഥാനം എന്ന് പറയുന്നത്. അല്ലാതെ അത് സ്വതന്ത്രമായിട്ട് അങ്ങ് പോവുക എന്നുള്ളതാണ് ഈസി ആയിട്ടുള്ള ഒരു പാത്ത്. അപ്പം ഇങ്ങനെ ഒരു ഗുരുമാർഗത്തിൽ ഇരിക്കുമ്പോൾ ഈ പ്രശസ്തിയും അല്ലെങ്കിൽ മറ്റ് മാന അപമാനങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ മോഹമുള്ള ആ തലത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർ അവരുടെ മനസ്സിൻ്റെ വൈകൃതങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു. പിന്നെ മറ്റു മനുഷ്യരുടെ എന്തെങ്കിലും കുഴപ്പങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ വിശകലനം ചെയ്ത് അവരുടെ ഭാവനയ്ക്കത്തുള്ള ഒരു കഥയും മഹാമോശമായിട്ടുള്ള ചില വിശദീകരണങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? പിന്നെ ശ്രീ, ഇതെനിക്ക് ചോദിക്കാമോ എന്ന് അറിയില്ല, എങ്കിലും ഇവർ പറയുന്ന ആ ഒരു കാര്യം ഞാൻ എന്തായാലും ഒന്ന് ചോദിക്കുകയാണ്. അതായത് ഇവർ പറയുന്നത് നമ്മുടെ ഗുരു ശിവഗിരിയിലാണല്ലോ നിന്നിരുന്നത്, പക്ഷെ ഗുരു ശിവഗിരിയിൽ നിന്ന് മാറിയിട്ടാണല്ലോ ശാന്തിഗിരി ആശ്രമം തുടങ്ങിയത്, അല്ലാതെ ശിവഗിരിയിൽ നിന്നല്ലല്ലോ ഗുരു പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ ശിഷ്യപൂജിതയ്ക്ക് ഇവിടെ നിന്ന് മാറിക്കൊടുത്തിട്ട് ശിഷ്യപൂജിതയ്ക്ക് വേറെ ആശ്രമം ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അതിപ്പോൾ നാക്കിലെല്ലില്ലാതെ വരുമ്പോൾ നമുക്ക് എന്തും പറയാമല്ലോ. ഇപ്പോൾ ഇപ്പോൾ ഗുരുമാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഗുരുവിന് ഗുരു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വന്തം ഗുരുവിനെക്കുറിച്ച് പറഞ്ഞത് വ്യക്തികളിൽ ഏറ്റവും ഇഷ്ടം ആത്മഗുരുവായ ഖുറേഷ്യ ഫക്കീറിനെയാണെന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ ഗുരുക്കന്മാരെ സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗുരുവിന് ആത്മസമർപ്പണം ചെയ്തുകൊണ്ടാണ് ആധ്യാത്മികമായിട്ടുള്ള ഉണർച്ചയിലേക്ക് വരേണ്ടതെന്നുള്ള തെളിവ്, ഒരു മാതൃകയായിട്ട് ഗുരു നമുക്ക് കാണിച്ചു തന്നാണ് ഗുരുശിഷ്യ ബന്ധത്തിലൂടെ. അല്ലെങ്കിൽ പിന്നെ ഗുരുവിന് ഗുരു വേണ്ടായിരുന്നല്ലോ, അപ്പോൾ ഗുരു അത് കാണിച്ചു തന്നു. അടുത്ത തലമുറയിലേക്കും ഇനി വരുന്ന മനുഷ്യരാശിക്കും ഈ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെയുള്ള ഒരു ഗുരുവിന് പൊക്കിയൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെ പറയേണ്ടത് അവരല്ലല്ലോ അങ്ങനെ പറയേണ്ടത്. കാരണം ഇത് പറയേണ്ടത് ഗുരുവാണല്ലോ. ഇപ്പോൾ ഗുരു തൻ്റെ ശിഷ്യയെ മറ്റുള്ളവർക്ക് ഈ രീതി പരിചയപ്പെടുത്തി അവസാനം ഇപ്പോൾ ആശയോട് പറഞ്ഞു അമൃതയ്ക്ക് തെറ്റില്ല എന്ന് ആശയോട് പറഞ്ഞു. അതുപോലെ പലർക്കും അനുഭവം കൊടുത്തു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ശിഷ്യപൂജ നടന്ന് തിരിച്ചു വരുമ്പോൾ ഗുരുവായിട്ടാണ് വരുന്നത്. അപ്പോൾ
അതിൽ തന്നെ വ്യക്തമാണ് നമുക്കൊക്കെ അനുഭവം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, പിന്നെ കൂടാതെ ഈ ശിഷ്യനോട് ഇത്രയും കാലം പേഴ്സണലായിട്ട് ഗുരുവിനോടൊപ്പം നിഴല് പോലെ നിന്ന ശിഷ്യനോട് ഗുരു കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇപ്പൊ പരസ്യമായിട്ട് എല്ലാവർക്കും പറഞ്ഞു തന്ന ഗുരുവാണികൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ശിഷ്യന്മാർക്ക് പേഴ്സണലായിട്ട് ഗുരു കുറച്ച് കാര്യം പറഞ്ഞു കൊടുക്കില്ലേ? അപ്പോൾ ഈ ശിഷ്യനോട് ഈ പരമ്പരയെ എങ്ങനെ ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്, മറ്റു കാര്യങ്ങളൊക്കെ ഗുരു പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ശിഷ്യനൊരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. ആരെങ്കിലും പറയുമ്പോൾ അങ്ങ് ഇറങ്ങിപ്പോകാതെ എൻ്റെ ആശ്രമത്തിൽ ആര് ഭരിക്കണം, ആര് അവിടെ നിൽക്കണം, ആര് നിയന്ത്രിക്കണമെന്ന് ഗുരു അറിയിപ്പ് കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മളെപ്പോലുള്ള ഗുരുവിനെ വിശ്വസിക്കുന്ന നമ്മളെപ്പോലുള്ളവർ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഗുരു അറിയിപ്പ് തരുന്നതിനനുസരിച്ചാണ് ഇവിടെ ഓരോരുത്തരെയും നിർത്തുന്നത്. അത് ആരുടെ കുറ്റമോ കുറവോ എന്ത് നന്മയോ തിന്മയോ ഉണ്ടെങ്കിലും ഗുരു നിർത്തിയേക്കുന്നവരെ ഗുരു നിർത്തുമ്പോൾ നമ്മളത് മാനിക്കുന്നു. ഈ പരമ്പരയിലുള്ളവർ ഗുരു നിർദ്ദേശപ്രകാരം ഏത് സന്യാസിയോ ഏത് അധികാരിയോ ഏത് സ്ഥാപനത്തിലുള്ളവരോ ഗുരു നിർദ്ദേശപ്രകാരം ആര് നിർത്തുന്നോ അതിനൊരു കാരണം ഉണ്ടാവും. ഇപ്പോൾ ലോകത്തിലൊക്കെയുള്ള പല രാഷ്ട്രീയ സ്വഭാവത്തിലും ഗുരു വെറുതെ അങ്ങ് സന്യാസം, പണ്ടത്തെ പോലെ ഒരു സന്യാസം അല്ല ഗുരു കൊടുത്തത്. ഗുരു ഓരോ സ്വഭാവത്തിനും, ഇപ്പോൾ ബിസിനസ് സ്വഭാവത്തിലായാലും ടീച്ചർമാരായാലും അധ്യാപകരും മറ്റ് സയൻറ്റിസ്റ്റുകളായാലും കർമ്മമേഖലയിലായാലും രാഷ്ട്രീയ സ്വഭാവത്തിൽ നേതൃത്വ രംഗത്തിലായാലും എല്ലാ സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തികൾക്കും അതിനോടൊപ്പം യഥാർത്ഥ സന്യാസ സ്വഭാവത്തിലുള്ളവർക്കും സന്യാസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു നടത്തിപ്പിന് വേണ്ടിയാണ്. അപ്പോൾ അതിലെല്ലാം ഗുരു അതാത് യോഗ്യതയ്ക്കനുസരിച്ച് അതാത് സ്വഭാവത്തിനും അതാത് ക്വാളിറ്റിക്കും അനുസരിച്ചുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം കാണും. അതിൻ്റെ നന്മ തിന്മകളെ നമ്മൾ പരമ്പര എല്ലാവരും ഒത്തൊരുമയോടെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് പരസ്പരം സ്വയം സഹായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് വളരണമെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ എല്ലാം. അന്തിമമായിട്ട് ഗുരുവാണ് ഇതിൻ്റെ അധികാരി, അവസാനം വരെയും ഗുരുവാണ് അധികാരി, ഞാൻ തന്നെ ഭരിക്കും എന്നുള്ള ആ വാക്കിലാണ് നമ്മളെല്ലാം വിശ്വസിച്ച് പോകുന്നത്. അപ്പോൾ ഗുരു ഇല്ലാത്തവർ, ഗുരു പോയി എന്ന് വിചാരിച്ച് ഗുരു ഇല്ലാത്തവർ അവർ തോന്നിയതുപോലെ ഓരോന്നൊക്കെ അവരിങ്ങനെ പറയും. അപ്പോൾ അവർ പറയുന്നത് കേട്ട് ഇപ്പോൾ അവർ പറയുന്നത് കേട്ട് ആർക്കെങ്കിലും ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഇനിയിപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും പറയേണ്ട കാര്യമില്ല, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ ചുമ്മാ ഒരു ഫാൻറ്റസി പോലെ ഇവർ പറയുന്നത് വിശ്വസിച്ചാൽ, ഇവർ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ, ഇപ്പോൾ ഇവർ അംഗീകരിക്കുന്ന സന്യാസിമാരെന്ന് പറയുമ്പോൾ അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഇവർ അംഗീകരിക്കുന്ന സന്യാസിമാരുടെ പേര് ഞാൻ പറയാം. ഇപ്പോൾ സൽപ്രഭസ്വാമി, അമലാജന്യ, സാത്വികജന്യ, അപ്പോൾ ഇത്രയും പേരെയാണ് ഇവർ അംഗീകരിക്കുന്നത്. പിന്നെ വിനായക സാറ്, പിന്നെ കുറച്ച് കുഞ്ഞിക്കണ്ണ സാറ്, ഇങ്ങനെ കുറച്ച് പേര്. അപ്പോൾ ഇവരെല്ലാവരെയും കൂടെ ഇതങ്ങ് ഏൽപ്പിച്ചാൽ ഇവർ ഇത് നടത്തിക്കൊണ്ട് പോകുമോ? നേരെ ഈ ഇത്രയും സ്ഥാപനങ്ങളും ആശ്രമങ്ങളും അല്ലെങ്കിൽ ഈ മറ്റ് ജനങ്ങളും ബാക്കിയുള്ളവരെല്ലാം അങ്ങ് മാറിപ്പോണം. ബാക്കി നമ്മളെപ്പോലുള്ളവരും ഇവിടെയുള്ള സന്യാസിമാരും മറ്റുള്ളവരെല്ലാം അങ്ങ് മാറിപ്പോയതിനു ശേഷം ഇവർ ഇത് നടത്തും. അപ്പോൾ ഇവർ ഈ പറയുന്ന നിയമങ്ങൾ ഇവരുടെ മക്കളടുത്ത് പോലും മക്കളെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ ഇവരടുത്തുനിന്ന്? ഈ പഴയ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ആത്മീയത അടിക്കുക എന്നല്ലാതെ, പഴയ ഈ ഗുരുമാർഗങ്ങൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയവരുടെ അടുത്ത് ഇങ്ങനെ കുറേ ആത്മീയത പണ്ടത്തെ കാര്യങ്ങൾ പറയാമെന്നല്ലാതെ അടുത്ത തലമുറയിലേക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇനി ഈ പറഞ്ഞ കുറച്ച് ആൾക്കാർ ചേർന്നാണ് ഈ ആശ്രമം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അടുത്ത തലമുറയിലേക്ക് എന്ത് കൊടുക്കും? ഈ പുതിയ മോഡേൺ ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലുള്ള പുതിയ തലമുറ ലോകത്തിലേക്ക് എങ്ങനെ കൊടുക്കും? ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും കൂടെ ഇത് പ്രവർത്തിക്കുമോ? അപ്പം ഇതെന്താണ്? ഇത് എന്നേക്കുമായ അന്യം നിർത്തി നശിപ്പിക്കാനുള്ള ഒരു സൂത്രമാണിത്. അവര് പോലും അറിയാതെ എന്നേക്കുമായിട്ട് ഇതിനെ അങ്ങ് തകർത്ത് ഇല്ലാതെന്മാ ചെയ്യാനുള്ള ഒരു സൂത്രം. അല്ല, എല്ലാവരും ഇപ്പൊ ഒരു കാഴ്ച എല്ലാവരും കാണുകയാണ്. എന്താണ്? ഇതുപോലെയാണ് എല്ലാ പരമ്പരകളെയും അതാത് കാലത്ത് ഉള്ള ആൾക്കാർ നശിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മളിതാ ഇവിടെ ഒരു ലൈവായിട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ശ്രമമാണ് ഇതാ ഇവിടെയും നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ആശ, ഇപ്പൊ ചില കാര്യങ്ങൾ, ഇപ്പൊ ചിട്ടവട്ടങ്ങളും നീതിന്യായ ധർമ്മ പരിപാലനങ്ങളും മറ്റ് പല കാര്യങ്ങൾക്കും കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്, ഗുരു പറഞ്ഞതിൽ നിന്ന് മാറി. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഇന്നത്തെ ഈ തലമുറയിൽ നമ്മൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും റിജിഡായിട്ടുള്ള നിയമങ്ങളും ചിട്ടവട്ടങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഒരു ഏകദൈവ വിശ്വാസത്തിൻ്റെ ഈ സത്യമായ ധർമ്മത്തിൻ്റെ ഒരു വശം സ്വീകരിച്ച ശേഷം അവരുടെ ജീവനിൽ സ്വയം വരേണ്ട പരിവർത്തനമാണ്. അല്ല ഇതൊക്കെ അടിച്ചേൽപ്പിച്ച് ഉണ്ടാക്കിയാൽ ഈ ഭ്രാന്തുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാർക്ക് റിബല്യസ്നെസ് ഉണ്ടാവും. അപ്പോൾ ഈ പുതിയ ഒരു തലമുറയുടെ ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു മാറ്റം നോക്കിയിട്ട് വേണം നമ്മൾ ഇതെല്ലാം തീരുമാനിക്കാൻ. അപ്പോൾ എല്ലാം ഈ പഴയ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ പഴയ രീതിയിൽ സംസാരിക്കാതെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തി നമ്മൾ കുറച്ച് ഒക്കെ മാറി നമ്മൾ ഈ പ്രാർത്ഥനാ സ്വഭാവത്തിലും ഈ ആത്മീയതയുടെ ഏകദൈവ വിശ്വാസത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ പതുക്കെ ഇത് നമ്മളിലൂടെ പ്രവർത്തിച്ച് ഈ വരുന്ന കുട്ടികൾക്കും തലമുറകൾക്കും എല്ലാം ഇത് സ്വയം വരണം. ഈ ധർമ്മം സ്വയം വരണം, അല്ലാതെ ഇത് അടിച്ചേൽപ്പിക്കാനുള്ളതല്ല.
ഈ ബ്രഹ്മചര്യങ്ങളും ഈ ധർമ്മങ്ങളും ഇതെല്ലാം, അല്ലെങ്കിൽ ഈ രാവിലെ എഴുന്നേക്കുന്നത്, ഇതൊക്കെ എന്തിനാണ്? ഇതൊന്നും അടിച്ചേൽപ്പിക്കാനുള്ളതാണ്. അടിച്ചേൽപ്പിച്ചാൽ ഇത് നിലനിൽക്കില്ല. പക്ഷേ ഈ ബ്രഹ്മചര്യമാണ് സുഖം, അത് തിരിച്ചറിയണം. കാര്യം മറ്റത് മനുഷ്യനെ ഗിൽറ്റാക്കി ഷെയിമാക്കി ഈ ആനന്ദം എന്ന് പറയുന്ന ഒരു ഫാൾസ് ആയിട്ടുള്ള തെറ്റിദ്ധാരണയെ കൊണ്ടുപോയി നശിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ബ്രഹ്മചര്യമാണ് സുഖം, അതൊരു ആനന്ദമാണെന്ന് തിരിച്ചറിയണം. രാവിലെയുള്ള ചിട്ടകളും മറ്റ് എല്ലാ ചിട്ടകളും അതാണ് സുഖം, അതാണ് ബ്രെയിനിനെ ഓർഡർ ആക്കുന്നത്, അതാണ് ആനന്ദം. ഇത് മനുഷ്യൻ തിരിച്ചറിയണം. അല്ല ഇതെല്ലാം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന് റിബല്യസ്നെസ് ഉണ്ടാവുകയും നിയന്ത്രിച്ച് ബലം പിടിച്ച് കൊണ്ടുവരാതെ ഇത് നാച്ചുറലായിട്ട് വരാൻ ഈ ഏകദൈവ വിശ്വാസത്തെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരട്ടെ. ആൾക്കാർ ഇത് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് പരിവർത്തനം വന്ന് അവൻ സ്വാഭാവികമായിട്ട് ഈ ഒരു പരിണാമത്തിലേക്ക് പതുക്കെ പതുക്കെ വരുന്ന, ഓരോ തലമുറയിലും ശുദ്ധമായിട്ട് വരുന്ന ജീവനുകൾ അത് ഏറ്റെടുത്ത് അത് വ്യാപിപ്പിച്ച് അങ്ങനെ പ്രവർത്തിച്ച് ആ പ്രവൃത്തിയുടെ ഒരു നന്മ ഈ കപടമായ സോഷ്യൽ ധർമ്മങ്ങൾ ഇങ്ങനെ പറഞ്ഞു പരത്തുന്ന അല്ലാതെ യഥാർത്ഥമായ ജീവൻ്റെ തലത്തിലുള്ള നന്മ വന്ന ഒരു തലമുറയിലൂടെ അത് ലോകത്തിൽ വ്യാപിച്ച് അത് ഈ മനുഷ്യരാശി, ഈ ഭൂമിയെയും സകലതിനെയും നന്മയിലേക്ക് നയിക്കട്ടെ എന്നുള്ള ഒരു വശമാണ് നമ്മൾ പറയുന്നത്. അതിനാണ് ഈ ഗുരുമാർഗം നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഗുരുമാർഗവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.